പ്രൈസലോ ദൈവ തിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. മനോഹരമായ ഈ ആരാധനയിൽ നിങ്ങളോട് ഒരുമിച്ച് കർത്താവിനെ സ്തുതിപ്പാൻ ദൈവം എനിക്കും തന്ന നല്ല അവസരത്തിനായിട്ട് ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. സന്നിഹിതരായിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും കർത്താവ് അനുഗ്രഹിക്കട്ടെ. വിശേഷിച്ച് ഈ സഭ കഴിഞ്ഞ ദിവസങ്ങളിലുള്ള മീറ്റിംഗ് ക്രമീകരിച്ച് കർത്താവിൻ്റെ ദാസൻ ഓർപ്പിച്ചതുപോലെ എനിക്കും വന്ന് ശുശ്രൂഷിക്കുവാൻ ഒരവസരം ഒരുക്കിയതിൽ ഒത്തിരി സന്തോഷമുണ്ട്. ദൈവം ഈ സഭയെ അനുഗ്രഹിക്കട്ടെ, കർത്താവിൻ്റെ ദാസനെ അനുഗ്രഹിക്കട്ടെ. പ്രിയ കർത്താവിൻ്റെ ദാസി പ്രീന, മകൾ എസ്തേർ, അവരോടുകൂടെ കുറച്ച് ദിവസം പാർത്തത് വളരെ സന്തോഷമായിരുന്നു, വളരെ അനുഗ്രഹമായിരുന്നു. ദൈവദാസന്മാരെ ശുശ്രൂഷിക്കുന്നതിനും അവരെ കരുതുന്നതിനുമൊക്കെ ഈ കുടുംബം പ്രിയപ്പെട്ടവർ കാണിക്കുന്ന നല്ല ഉത്സാഹം അതോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഞാൻ വിവാഹം കഴിഞ്ഞ് ഞങ്ങൾക്ക് നല്ല വീടൊന്നും ഉണ്ടായിരുന്നില്ല. ചെറുപ്പത്തിലേ ഒരു വല്ലാത്ത, അതായത് വിശ്വാസത്തിന് വേണ്ടിയൊക്കെ ഇറങ്ങി തിരിച്ച സമയത്ത് അമ്മയാണ് ആദ്യമായിട്ട് വിശ്വാസത്തിലേക്ക് പോരുന്നത്. അന്ന് അപ്പൻ്റെയും അമ്മയുടെയും വീട്ടുകാർക്കൊക്കെ ഈ പെന്തക്കോസ്ത് എന്ന് പറഞ്ഞാൽ വളരെ അലർജിയായിരുന്നു. അലർജി എന്ന് പറഞ്ഞാൽ വെറുക്കപ്പെട്ട ജാതിയായിട്ടാണ് കണ്ടിരുന്നത്, വെറുക്കപ്പെട്ട ജാതിയായിട്ട്. അന്ന് എനിക്കന്ന് 7 വയസ്സുണ്ട്. നമുക്ക് വലിയ അറിവൊന്നും ഇല്ലെങ്കിലും നല്ല വീട്ടിൽ ഭയങ്കര സൗകര്യത്തിലായിരുന്നു ഞങ്ങളുടെ അപ്പൻ്റെയും അമ്മയുടെയും വീടുകൾ. അത് ഞാൻ അതിൻ്റെ മഹത്വം ഒന്നും പറയാൻ വന്നതൊന്നുമല്ല. ഇഷ്ടംപോലെ ആഹാരം, ഒരുപാട് ജോലിക്കാർ, ഒരുപാട് സൗകര്യങ്ങൾ. പത്തനാപുരത്ത് കല്ലുംകടവിലാണ് എൻ്റെ വല്യപ്പൻ്റെ വീട്. ഇവിടെ ഒത്തിരി നല്ല സൗകര്യത്തിൽ ഒരുപാട് വ്യാപാര സ്ഥാപനങ്ങളും ഒക്കെ നടത്തിക്കൊണ്ടിരുന്ന എൻ്റെ വല്യപ്പൻ. എൻ്റെ അമ്മയുടെ അപ്പനും അതുപോലെ തന്നെ അന്നത്തെ ആ കാലത്ത് നല്ല പെട്രോൾ പമ്പൊക്കെ നടത്തിക്കൊണ്ടിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു അന്ന് വല്യപ്പനൊക്കെ. അപ്പോൾ 2 കുടുംബവും നല്ല കുടുംബങ്ങളാണ്. ഞാനിനി പൊങ്ങച്ചം പുറകെ നിങ്ങൾ ധരിക്കരുത് കേട്ടോ. എൻ്റെ അപ്പൻ്റെ അമ്മയുടെയും കല്യാണം കഴിഞ്ഞപ്പോൾ എൻ്റെ വല്യപ്പൻ അപ്പന് കൊടുത്ത സമ്മാനം അന്ന് 69 മാർക്ക് 2 അംബാസഡർ കാറാണ് സമ്മാനം കൊടുത്തത്. അന്ന് അതുപോലെയുള്ള ഒരു കുടുംബമാണ്. പക്ഷേ വിശ്വാസത്തിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ ഞങ്ങളെ പുറത്താക്കി കഴിഞ്ഞിട്ട് മര്യാദയ്ക്ക് ആഹാരം പോലും കിട്ടാത്ത ബാല്യം ഉണ്ടായിരുന്നു. ഒത്തിരി കഷ്ടപ്പെട്ടിട്ടുണ്ട് ഒരുപാട്. പക്ഷെ ഞങ്ങൾ ആരോടും ഒരു പരാതിയും പറഞ്ഞില്ല. കിട്ടുന്നതെല്ലാം തിന്നു. ചക്കയാന്നേ ചക്ക, മാങ്ങയാന്നേ മാങ്ങ, ചക്കക്കുരു, ആഞ്ഞിലിക്കുരു. ഇന്ന് ഈ കുഞ്ഞുങ്ങൾ ആഞ്ഞിലിക്കുരു കണ്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ അറിയത്തില്ല. ഈ ആഞ്ഞിലിക്കായൊക്കെ പഴുത്തിട്ട് ഇറുന്ന് വീഴുമ്പോൾ അതിൻ്റെ ചോട്ടിൽ കിടക്കുന്ന ആഞ്ഞിലിക്കുരു പറക്കിക്കൊണ്ടുപോയി കഴുകി വറുത്ത് തിന്നിട്ടുണ്ട്. ക്രൈസ്തലോ വിശപ്പടക്കാൻ കർത്താവിന് മഹത്വം. അങ്ങനെ ഒരു ബാല്യം ഞങ്ങൾക്കുണ്ടായിരുന്നു. അതിലും ഞാൻ റിഗ്രറ്റ് ചെയ്യുന്നില്ല. എനിക്കതിനകത്തൊന്നും പ്രയാസമൊന്നുമില്ല. അത് പറയുന്നതിൽ എനിക്കൊരു മടിയില്ല. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് ദൈവസന്നിധി വരുമ്പം ചങ്ക് പൊടിഞ്ഞ് കരഞ്ഞോണ്ടാണ് ദൈവത്തെ അറിയാം. കർത്താവ് നടത്തിയ വഴികൾ ഓർക്കുമ്പോൾ ഒരുപാട് സ്തോത്രം. ഞാൻ ഈ പടം കണ്ടപ്പോൾ എനിക്ക് കരച്ചിൽ വരും. അതുപോലെ ഒരർഹതയുമില്ലാത്ത സ്ഥാനത്തായിരുന്നു. പക്ഷെ അവിടെ ഒന്നും ഭാരപ്പെടുകയോ ഒന്നും ചെയ്തിട്ടില്ല കേട്ടോ. കാരണം വിളിച്ചത് ദൈവം വിശ്വസ്തനാണ്. നമ്മളെ വിളിച്ചത് പണക്കാരനാക്കാനോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും തരാനോ ഒന്നുമല്ല. നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിനാണ് വിളിച്ചത്. പിന്നീട് അതിനോട് ചേർന്ന് പറയുമ്പോൾ ജീവനും ഭക്തിക്കും ആവശ്യമായതെല്ലാം ദൈവം തരും. ജീവനും അത് മതി. അതിൽ കൂടുതലൊന്നും നമുക്ക് വേണ്ട.
ഒരുപാട് ആഗ്രഹങ്ങളും ആവേശവും ഒന്നും നമുക്ക് വേണ്ട. സ്തോത്രം. ഞാൻ ഒരു സ്റ്റേറ്റ് ഓവർസിയറാണ്. എനിക്ക് എൻ്റെ പദവിയെക്കുറിച്ച് നല്ല ബോധ്യമുണ്ട്. ഞാനിവിടെ വന്നിട്ട് ഞാൻ സ്റ്റാൻലി പാസ്റ്റർ കൂടാ താമസിച്ചത്. എൻ്റെ ഫോൺ റിങ് ചെയ്യുന്നത് അദ്ദേഹം കേട്ടിട്ടില്ല, ഞാനൊട്ട് വിളിക്കാനും പോയിട്ടില്ല. വിളിച്ചാൽ ഉൾക്കൊള്ളുന്ന ഒരുപാട് പേര് ഇവിടെ ഉണ്ട്. വിളിക്കാൻ എനിക്ക് അറിവുള്ളവരുണ്ട്, എന്നോട് ബന്ധമുള്ളവരുണ്ട്, ഇല്ലയോ പാസ്റ്ററെ? വിളിച്ചാൽ അവർ കൊണ്ടുപോയി ചിലപ്പോൾ ശാപ്പാട് തരും, കാശ് തരും. ഞാൻ അതിനല്ല വന്നേ. പിന്നെ തരുന്നതൊന്നും ഇവിടെ കളഞ്ഞു പോതുമില്ല. അങ്ങനെയൊന്നും നിങ്ങൾ ഈ പുള്ളി പറഞ്ഞ് ഞാൻ അതിനൊന്നും അല്ല വന്നേ, എന്നാ നോക്കട്ടെ, കൊടുത്തല്ല ഇവിടെ ഇട്ടേച്ച് പോകുമെന്ന് നോക്കട്ടെ, അങ്ങനെയൊന്നും നിങ്ങൾ നോക്കുകയൊന്നും വേണ്ട. കർത്താവിൻ്റെ വേലയ്ക്ക് തന്നത് കൊണ്ടുപോയി കർത്താവിൻ്റെ വേലയ്ക്ക് തന്നെ ഉപയോഗിക്കും. പ്രൈസലോ. അപ്പം ഞാൻ പറഞ്ഞ എൻ്റെ ഉദ്ദേശം അതല്ല. ദൈവം മാനിപ്പാൻ മതിയായ ദൈവമാണ്. നമ്മുടെ ജീവനും ഭക്തിക്കും ആവശ്യമായതെല്ലാം ദൈവം തരും. ഇന്നയോളം നടത്തി ഞാൻ ഓരോ ദിവസവും കർത്താവിന് സ്തോത്രം 7 വയസ്സ് മുതൽ ഓർമ്മയുള്ള ഓരോ അനുഭവങ്ങളും ഒരു അരമണിക്കൂർ ഞാൻ ഓർക്കും. നിങ്ങളുടെ ജീവിതത്തിലെ ആത്മീയ വർധനവിന് ഒരു കാര്യം ഞാൻ പറയാം. നിങ്ങൾ വലിയ പ്രസംഗമൊന്നും കേൾക്കണ്ട, ഒരുപാട് കാര്യങ്ങളൊന്നും അറിയണ്ട. നമ്മുടെ ബാല്യത്തിലെ ഓർമ്മയുള്ള ദിവസം തുടങ്ങിയുള്ള കാര്യം ഒന്ന് ഓർത്താൽ മതി. അറിയാതെ ചങ്ക് പൊട്ടി ദൈവത്തെ വിളിക്കും. ഉറപ്പാ. നിങ്ങൾ വേറെ ഒന്നും ഓർക്കണ്ട. ഇടപെടണേ ഇടപെടണേ തൊടണേ പിടിക്കണേ എണ്ണിപ്പിക്കണേ നടത്തണേ ഇതൊന്നും പറയണ്ട. ആ വന്ന വഴികളൊന്നും ഓർത്താൽ മതി. അറിയാതെ കണ്ണ് തന്നെ കേട്ടോ. അതാണ് ദൈവത്തിൻ്റെ സ്തോത്രം. പക്ഷെ അനേകരും മറക്കുന്നത് വന്ന വഴികളാണ് കേട്ടോ. ഞാൻ നിങ്ങളോട് പറയാം, ഈ സഭയോട് ഞാൻ പറയാം, വന്ന വഴി മറക്കരുത്, നടത്തിയ വിധങ്ങളെ മറക്കരുത്. നമ്മളൊന്നുമില്ലാതെ അലഞ്ഞ ഘട്ടങ്ങൾ ഓർക്കണം. എല്ലാവരും അവഗണിച്ച് മാറ്റി നിർത്തിയ ഘട്ടം. ഇന്ന് നിങ്ങൾക്ക് നല്ല സാലറി കിട്ടുമായിരിക്കാം, നല്ല വീടുണ്ടായിരിക്കാം, ഒരുപാട് സൗകര്യങ്ങൾ ഉണ്ടായിരിക്കും. ഇന്നേക്കൊരു 10, 20 വർഷം 25 വർഷം പിറകോട്ടൊന്ന് ചിന്തിച്ച് നോക്കുമ്പോൾ ചങ്ക് പൊട്ടി നിലവിളിക്കും. ഫീസ് കൊടുക്കാനില്ലാതിരുന്നത്, ഉടുതുണിക്ക് മറുതുണി ഇല്ലാതിരുന്നത്, നല്ലൊരു ഭവനമില്ലാതിരുന്നത്, എല്ലാവരും മാറ്റി നിർത്തിയതൊക്കെ ഒന്ന് ഓർക്കുമ്പോ ദൈവമേ, ഇത്രത്തോളം കൊണ്ടുവരാൻ ഞങ്ങൾ എന്തുള്ളൂ. സ്തോത്രം. അതാണ് ദൈവത്തിൻ്റെ വിശ്വസ്തത. ഞാൻ പ്രസംഗം തുടങ്ങുന്നതിന് മുമ്പ് ഈ അച്ഛൻ്റെ മോനല്ലയോ ഇരിക്കുന്നേ, ഇല്ലയോ? അല്ലയോ? ഈ മോനെ കണ്ട എൻ്റെ ഇളയ മോൻ്റെ അതേ ഒരു ഷേപ്പാടാ. തിന്നുന്ന മുഴുവൻ മുടിക്കാത്ത പോകുന്നതാണ്. ഇതുപോലെ എൻ്റെ ഇളയ ഇറക്കണം. അവന് തിന്നുന്നതെല്ലാം മുടിക്കാത്ത പോകും. തല നിറച്ച് മുടിയ, അവനൊട്ട് വെട്ടത്തുമില്ല. പ്രൈസ്തലോ. അതവനെ കുറ്റം പറഞ്ഞിട്ട് കാര്യം. ഞാൻ അപ്പോൾ ആലോചിച്ചേടാ, എല്ലായിടത്തും ഉണ്ടല്ലോ ഇമാതിരി സാധനങ്ങൾ. അവൻ്റെ ആരോഗ്യം ഇത്രയേ ഉള്ളൂ, ഇതുപോലൊക്കെ ഇരിക്കുക. നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ ഞാൻ പിന്നെ ഫോട്ടോ കാണിക്കാം. അങ്ങനെ ഇന്നലെ നീ പഠിക്കാൻ പോയതുമായി ബന്ധപ്പെട്ട് നിൻ്റെ അപ്പൻ്റെ വീട്ടിൽ വന്നപ്പോൾ എനിക്ക് അല്പം വിഷമം തോന്നിയിട്ട് ഞാൻ പാസ്റ്ററോട് പറഞ്ഞു. ഞാൻ ഈ പുസ്തകത്തിന് മുമ്പ് ഇരിക്കുമ്പോൾ സത്യസന്ധമായിട്ട് കാര്യം പറയുന്ന ഒരാളാണ്, വ്യാജം പറയരുത്. ഞാൻ ചോദിച്ചു, 2 പിള്ളേരെയും ഇത്രയും കഷ്ടപ്പെട്ട് പഠിപ്പിച്ചിട്ട് നിങ്ങൾ ആ വീട്ടിൽ താമസിക്കുന്ന കണ്ടപ്പോൾ ഒത്തിരി സങ്കടം തോന്നി. ഇത് കണ്ടുവെച്ച് ഈ പിള്ളേർ പഠിക്കാൻ പോയില്ലോ എന്നുള്ള വിഷമവും തോന്നി. പക്ഷെ ഇപ്പം കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി, നീ മിടുക്കനാടാ മോനെ. പഠിച്ച് നിൻ്റെ അപ്പനെ അമ്മയെ നന്നായി നോക്കിക്കോണം. കല്യാണം കഴിഞ്ഞ് പെണ്ണുപിള്ളയെ നോക്കാനല്ല അവനെ, നിൻ്റെ അപ്പനെ അമ്മയെ നോക്കിക്കോണം കേട്ടോ. അവർ കിടക്കുന്ന വഴികൾ, ആ താമസിക്കുന്ന സൗകര്യം, അവരുടെ രക്തമാണ് നിങ്ങളുടെ ഇൻവെസ്റ്റ്മെന്റ്. മരിക്കുന്നത് വരെ മറക്കരുത് കേട്ടോ. ഏത് രാജ്യത്ത് പോയാലും. എനിക്ക് ഇച്ചിരി വിഷമം തോന്നിയെങ്കിലും നീ മിടുക്കനാണ്, നീ അനുഗ്രഹിക്കപ്പെടും. ദൈവം നിന്നെ അനുഗ്രഹിക്കട്ടെ. അത് തുറന്ന് പറഞ്ഞില്ലെങ്കിൽ ഇന്ന് പ്രസംഗിക്കാൻ നിൽക്കുമ്പോൾ എനിക്ക് സങ്കടം വരും. സ്തോത്രം. അതാ കാര്യം അല്ലേ. ഇന്നലെ ദൈവദാസിയോട് ഞാൻ പറഞ്ഞു, ദൈവദാസിനോട്. അപ്പോൾ അതൊന്ന് പറഞ്ഞേച്ച് നമുക്ക്. അപ്പം നമ്മൾ നടന്ന വഴികളും വന്ന വഴികളൊക്കെ ഒന്ന് ഓർക്കണം. പച്ചയായ ജീവിതം. നമ്മൾക്ക് ഈ
വെച്ച് കെട്ടും ഭാവവും ഇതൊന്നും പാടില്ല. തമ്പുരാന്റെ മുമ്പിൽ വരുമ്പോൾ ഞാൻ ആരാന്നൊന്നും ദൈവത്തോട് ചോദിക്കരുത്. കർത്താവേ ഞാൻ ഇതാന്നേന്നങ്ങ് പറയണം. അടിയനിതാ ഇത്രേ ഉള്ളൂ. നമ്മൾ ഇത്രേ ഉള്ളൂ. നമ്മളത് പറയുമ്പോൾ തമ്പുരാൻ എന്ത് ഇഷ്ടമാണെന്നറിയാം. സ്തോത്രം, ഹല്ലേലൂയ. നമുക്ക് ഒരു വ്യാജഭാവവും വേണ്ട. ദൈവം മുൻപാകെ വിശ്വസ്തയോടെ നിൽക്കാൻ കഴിഞ്ഞാൽ നമ്മളെ ആദരിക്കുന്നൊരു ദൈവമുണ്ട് കേട്ടോ. നമ്മളെ മാനിക്കുന്നൊരു ദൈവമുണ്ട്. കർത്താവിന് സ്തോത്രം. നമുക്ക് ആവശ്യമായതെല്ലാം തരുന്നൊരു ദൈവമുണ്ട്. കർത്താവ് അനുഗ്രഹിക്കട്ടെ. നിങ്ങളോടുകൂടെ ഒക്കെ ആയിരുന്നതിൽ ഒത്തിരി സന്തോഷം എനിക്കുണ്ട്. നിങ്ങൾ എന്നെ ഒരു ദൈവദാസൻ എന്ന നിലയിൽ എന്നെ കൈക്കൊണ്ടു, സ്നേഹിച്ചു, കരുതി. എല്ലാറ്റിനും ദൈവം നിങ്ങൾക്ക് പ്രതിഫലം തരട്ടെ. ഒരിക്കലും കർത്താവിന് സ്തോത്രം നമ്മുടെ പ്രവൃത്തി പ്രതിഫലമില്ലാത്തതല്ല. ആകയാൽ എൻ്റെ പ്രിയ സഹോദരന്മാരെ, നിങ്ങളുടെ പ്രയത്നം കർത്താവിൽ വ്യർത്ഥമല്ല എന്നറിഞ്ഞിരിക്കയാൽ കർത്താവിൻ്റെ വേലയിൽ എപ്പോഴും വർദ്ധിച്ചു വരുന്നവരായിരിപ്പേ. പ്രൈസ് ദി ലോർഡ്. വർദ്ധിച്ചു വരുന്നവരായിരിപ്പേ. കർത്താവിന് മഹത്വം ഉണ്ടാകട്ടെ. നമ്മൾ ചെലവിടുന്നതും ചെലവാക്കുന്നതും എല്ലാം ദൈവം പ്രതിഫലം തരുന്നൊരു ദിവസമുണ്ട്. പ്രൈസ് ദി ലോർഡ്. കർത്താവിന് മഹത്വം ഉണ്ടാകട്ടെ. അല്പസമയം തമ്പുരാൻ്റെ വചനത്തിൽ നിന്ന് നിങ്ങളുമായിട്ട് ഒരുമിച്ച് ചില കാര്യങ്ങൾ ദൈവസന്നിധിയിൽ ചിന്തിച്ച് കർത്താവിനെ മഹത്വപ്പെടുത്തുവാൻ ദൈവം സഹായിക്കട്ടെ. സ്തോത്രം. ആമേൻ. നമുക്കൊരുമിച്ച് കർത്താവിൻ്റെ സന്നിധിയിൽ ഒരു വേദഭാഗം വായിക്കാം. ഗലാത്യ ലേഖനം 2-ാം അധ്യായം അതിൻ്റെ 20-ാമത്തെ വാക്യം. ഞാൻ ക്രിസ്തുവിനോടുകൂടെ ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു. ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു. ഇനി ജീവിക്കുന്നത് ഞാനല്ല ക്രിസ്തു അത്രേ എന്നിൽ ജീവിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഞാൻ ക്രിസ്തുവിനോട് കൂടെ ക്രൂശിക്കപ്പെട്ടിരിക്കുക. ഇനി ജീവിക്കുന്നത് ഞാനല്ല ക്രിസ്തു അത്രേ. ഒരു നല്ല ദൈവ പൈതലിൻ്റെ അവൻ്റെ ഹൃദയത്തെ ബോധ്യപ്പെടുത്തേണ്ട ഒരു ചിന്തയാണ്, ഇനി ഞാനല്ല. ദൈവത്തിന് സ്തോത്രം. ഇനി ഞാനാണ് ജീവിക്കുന്നതെന്ന് ചിന്തിച്ചാൽ നിങ്ങൾ ക്രിസ്തുവിലല്ല. ഇനി ജീവിക്കുന്നത് ഞാനല്ലെന്ന് ചിന്തിച്ചാൽ നിങ്ങൾ ക്രിസ്തുവിലാണ്. അതാണ് പൗലോസ് പറഞ്ഞത്. നിങ്ങൾ വിശ്വാസത്തിൽ, കൊരിന്ത്യർക്ക് എഴുതിയ 2-ാം ലേഖനം 13-ാം അധ്യായം 4-5 വാക്യങ്ങളൊന്ന് വായിക്കാമോ? കർത്താവിന്റെ മഹത്വം ഉണ്ടാകട്ടെ. ബലഹീനതയാൽ അവൻ ക്രൂശിക്കപ്പെട്ടിട്ടും ദൈവശക്തിയാൽ ജീവിക്കുന്നു. ഞങ്ങളും അവനിൽ ബലഹീനരെങ്കിലും അവനോടുകൂടെ ദൈവശക്തിയാൽ നിങ്ങൾക്ക് വേണ്ടി ജീവിക്കുന്നു. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ആ വാക്യം ഒന്നുകൂടെ വായിച്ചേ. ബലഹീനതയാൽ അവൻ ക്രൂശിക്കപ്പെട്ടിട്ടും ദൈവശക്തിയാൽ ജീവിക്കുന്നു. ഞങ്ങളും അവനിൽ ബലഹീനരെങ്കിലും അവനോടുകൂടെ ദൈവശക്തിയാൽ നിങ്ങൾക്ക് വേണ്ടി ജീവിക്കുന്നു. മനസ്സിലായോ ആ വാക്ക്? ഈ നിങ്ങൾക്ക് വേണ്ടി എന്ന പദം മറന്നുപോകല്ലേ. അതാണ് ആ വാക്കാണ് നമ്മളെ അർത്ഥവത്താക്കുന്നത്. ഇനി ജീവിക്കുന്നത് ഞാനല്ല. കാരണം ഇനി ജീവിക്കുന്നത് എനിക്ക് വേണ്ടിയല്ല. പൗലോസ് പറയുക, എനിക്ക് വേണ്ടിയല്ല ഞാൻ ജീവിക്കുന്നത്, നിങ്ങൾക്ക് വേണ്ടിയാ ജീവിക്കുന്നത്. കാരണം ക്രിസ്തു ജീവിക്കുന്നത് ക്രിസ്തുവിന് വേണ്ടിയല്ല, നമുക്ക് വേണ്ടിയാ. അപ്പൊ ക്രിസ്തു എന്നിൽ ജീവിക്കുന്നെങ്കിൽ ഞാൻ ജീവിക്കുന്നത് എനിക്ക് വേണ്ടിയല്ല, ക്രിസ്തു എന്നിലൂടെ അനേകർക്ക് വേണ്ടി ജീവിക്കുക. സ്തോത്രം. മനസ്സിലായോ? വലിയ തിയോളജി ഒന്നും അല്ല ഇത്. ഇത്രയും മനസ്സിലാവുക. ഒന്നുകൂടെ ഞാൻ ഇതിനെ വെളിപ്പെടുത്തി പറഞ്ഞുതരാം. റോമാലേഖനം അതിന്റെ 14-ാം അധ്യായം 7-ാം വാക്യം. നമ്മിൽ ആരും തനിക്കായി തന്നെ ജീവിക്കുന്നില്ല. കണ്ടോ? ഈ വേദപുസ്തകത്തിൽ ഇങ്ങനെയൊക്കെയുള്ള വാക്യമുണ്ട്. നമ്മളിതൊന്നും ശ്രദ്ധയപ്പെടത്തില്ല. യഹോവ എൻ്റെ ഇടയനാവുന്നു, എനിക്ക് മുട്ടുണ്ടാകുകയില്ല.
പച്ചയായ പുൽപ്പുറങ്ങളിൽ അവൻ എന്നെ കടത്തുന്നു, സ്വസ്ഥതയുള്ള വെള്ളത്തിനരികത്തേക്ക് നടന്നു, എൻ്റെ പ്രാണനെ തണുപ്പിക്കുന്നു. എനിക്ക് മേശ ഒരുക്കുന്നു, തലയെ എണ്ണ കൊണ്ട് അഭിഷേകം ചെയ്യുന്നു, പാനപാത്രം നിറഞ്ഞു കവിയിക്കുന്നു, പുറകെ വരുന്നു നന്മയും കരുണയും. ഇതൊക്കെ നമുക്കറിയാവും, അല്ലയോ? നമ്മുടെ പുറകെ ഇങ്ങനെ നന്മയും കരുണയും വരണം, നമ്മുടെ മേശ ഇങ്ങനെ നിറഞ്ഞിരിക്കണം, നമ്മുടെ തലയിൽ ഇങ്ങനെ തണുപ്പ് നിൽക്കണം, നമുക്കെപ്പോഴും സ്വസ്ഥത ഉണ്ടാകണം, നമ്മളെ ഇങ്ങനെ കൈപിടിച്ച് നടത്തണം, നമുക്കെപ്പോഴും വെളിച്ചം തരണം. ഈ കാര്യമൊന്നും ആരും കാണത്തില്ല. ഞാൻ എനിക്കായിട്ടല്ല, ക്രിസ്തുവിനായിട്ടാണ് ജീവിക്കുന്നത്. ക്രിസ്തു എന്നിലൂടെ അനേകർക്ക് വേണ്ടിയാണ് ജീവിക്കുന്നത്. ഇതാണ് ഒരു ആത്മീയ സത്യം. ആ ബോധ്യമില്ലാതെ ഇവിടെ കിടന്ന് അന്യഭാഷ പറഞ്ഞുകൊണ്ട് ഒരു കാര്യവുമില്ല. സ്തോത്രം, ആമേൻ. മനസ്സിലായോ? ഹമ്മദിൽ ജോലി ചെയ്ത് കുറെ റിയാലും മേടിച്ച് ആ വീടൊന്ന് ഇടിച്ചു പൊളിച്ച് റിനോവേഷൻ ചെയ്ത് കഷ്ടപ്പെട്ട് പിള്ളേരെയും പഠിപ്പിച്ച് അപ്പുറത്തുള്ള മാത്യൂസിന്റെ 5 സെന്റ് കൂടെ ഒന്ന് മേടിച്ച് മതിലൊന്ന് വിശാലമാക്കി. ഇതിനല്ല കർത്താവിനെ അറിയാൻ ഭാഗ്യം തന്നത്. ഇതൊക്കെ കിട്ടുന്നത് കിട്ടിക്കോട്ടെ, അതൊന്നും ഒരു വിഷയമല്ല. പക്ഷെ കർത്താവിനെ അറിയാൻ ഭാഗ്യം തന്നത് എനിക്ക് വേണ്ടി ജീവിക്കാനല്ല. ഞാനും നിങ്ങളും വേദപുസ്തകം വിശ്വസിക്കുന്നെങ്കിൽ നന്നായി ഗ്രഹിക്കാനുള്ള കാര്യമായി പറഞ്ഞേ. സ്തോത്രം. എനിക്ക് വേണ്ടി ജീവിക്കാനല്ല, മറിച്ച് ഇനി എന്നിൽ ക്രിസ്തു ജീവിക്കുന്നു. ആ ചിന്ത നമ്മെ ഭരിക്കുമ്പോഴാണ് ക്രിസ്തു ആഗ്രഹിക്കുന്നത് പോലെ നമ്മൾ ജീവിക്കുന്നത്. ക്രിസ്തു ആഗ്രഹിക്കുന്ന ഒരു ജീവിതമുണ്ട്, നമ്മൾ ആഗ്രഹിക്കുന്ന ജീവിതമുണ്ടെങ്കിൽ നമ്മിൽ വസിക്കുന്ന ക്രിസ്തു ആഗ്രഹിക്കുന്ന ഒരു ജീവിതമുണ്ട്. അതിനെ സംബന്ധിച്ച് പൗലോസ് പറയുകയാണ്, ഇനി ആരും തനിക്കായി തന്നെ ജീവിക്കുന്നില്ല, ഇനി ആരും തനിക്കായി തന്നെ മരിക്കുന്നുമില്ല. അവൻ ജീവിക്കുന്നു എങ്കിലും മരിക്കുന്നു എങ്കിലും എന്തിനു വേണ്ടിയാ? കർത്താവിന് സ്തോത്രം. കർത്താവിനായി ജീവിക്കുന്നു, കർത്താവിനായി മരിക്കുന്നു. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഇനി ജീവിക്കുന്നത് കർത്താവിനായിട്ടാണ്, മരിക്കുന്നതും സ്തോത്രം. സ്തോത്രം. ശരിക്ക് വെളിപ്പാട് കിട്ടിയാൽ ആത്മപൂർണനായി മാറും. ആത്മപൂർണനായി മാറിയാൽ അവൻ ഭ്രാന്ത് പിടിച്ചവനെ പോലെയാകും. ഈ വെളിപ്പാട് കിട്ടാത്തത് കൊണ്ട് ആ പാറയ്ക്ക് കാറ്റ് പിടിച്ചതുപോലെ ചിലർ ആത്മീയ ജീവിതം നയിക്കുന്നേ. ഇതെന്ത് കേട്ടാലും ഒരു കുലുക്കമില്ല, ഞാൻ യഹോവയെ നോക്കി മൗനമായിരിക്കും. സങ്കീർത്തനത്തിൽ ദാവീദ് പറയുന്നതും പറഞ്ഞുകൊണ്ട് നടക്കുക. ശരിക്ക് വെളിപ്പാട് കിട്ടിക്കഴിഞ്ഞാൽ ഇനി ജീവിക്കുന്നത് ഞാനല്ല. ഇനി ഒന്നുകൂടെ തെളിച്ചു പറഞ്ഞാൽ കർത്താവിന് സ്തോത്രം. ആമേൻ. കൊരിന്ത്യ ലേഖനത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, കർത്താവിന് സ്തോത്രം. അതിൻ്റെ 6-ാം അധ്യായം 19-ാമത്തെ വാക്യം. ഞാൻ ഈ വാക്യമൊക്കെ പറയുന്ന നിങ്ങളുടെ ഹൃദയത്തിൽ ഒന്ന് ചിന്ത കിടക്കണം കേട്ടോ. വെറുതെ ഒരു പ്രസംഗം കേട്ട് മടങ്ങുന്ന പോലെ ആവരുത്. 6:19, 1 കൊരിന്ത്യർ 6:19. ആ ആ ആ നിങ്ങളെ വിലയ്ക്ക് വാങ്ങിയിരിക്കയാൽ ഇനി നിങ്ങൾ താന്താങ്ങൾക്കുള്ളവരല്ല എന്നും അറിഞ്ഞിരിക്കുന്നില്ലയോ? ആകയാൽ നിങ്ങളുടെ ശരീരം കൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുവീൻ. അപ്പൊ ഞാൻ ഈ വായിച്ച് കേൾപ്പിച്ച വേദഭാഗമെല്ലാം നമുക്ക് സ്വന്തമാണെന്നാണോ പഠിപ്പിച്ചേ? ആകാശം മാറിയാലും ഭൂമി മാറിയാലും
മാറ്റമില്ലാത്ത തിരുവെഴുത്തിലൂടെ ഞാൻ ഓർപ്പിച്ചുണർത്തിയ വാക്യമൊന്ന് ശ്രദ്ധിച്ചേ. ഇനി നാം നമുക്കുള്ളവരല്ല, നാം കർത്താവിനുള്ളവരാകയാൽ കർത്താവിൻ്റെ ഇഷ്ടം എന്നിലൂടെ നിറവേറണമെന്ന് ഈ വിശുദ്ധ ആരാധനയിൽ എത്ര പേർ ആഗ്രഹിച്ച് ദൈവത്തോട് പ്രാർത്ഥിക്കും. ദൈവമേ, നിന്റെ ഹിതമൊന്നറിയുവാൻ, നിന്റെ ഇഷ്ടമൊന്നറിയുവാൻ, നിന്റെ ആലോചനയ്ക്കൊത്തൊന്ന് ജീവിക്കുവാൻ ഇന്ന് വരെ എൻ്റെ ഹിതത്തിന് ഞാൻ ഓടി, എൻ്റെ ഇഷ്ടത്തിന് ഞാൻ ഓടി, എൻ്റെ ആഗ്രഹത്തിന് ഞാൻ ഓടി, ഞാൻ ഒരുപാട് കാര്യങ്ങൾ ചെയ്തു. എന്നാൽ ജീവിതം അസ്തമിക്കുന്നതിന് മുൻപ് നിന്റെ ഹിതമൊന്നറിയുവാൻ, നിന്റെ ആലോചനയ്ക്ക് ജീവിപ്പാൻ എന്നെ തന്നെ സമർപ്പിക്കുന്നുവെന്ന് ഒരു സമർപ്പണമുള്ള മനോഭാവത്തോടെ ആത്മാവിൽ കർത്താവിനെ ഒന്ന് സ്തുതിച്ചാരാധിക്കുവാൻ, ദൈവകൃപ അനുഭവിപ്പാൻ അവൻ ഏൽപ്പിച്ചു കൊടുത്ത് ഒരു നിമിഷം ദൈവത്തിന് സ്തോത്രം ചെയ്താട്ടെ. നിന്റെ ഹിതം എനിക്കൊന്നറിയണമപ്പാ, നിന്റെ ഇഷ്ടം എനിക്കൊന്നറിയണമപ്പാ, നിന്റെ ആലോചനയ്ക്ക് എനിക്കൊന്നറിയണം, നിന്റെ ആലോചനയാൽ എന്നെ ഒന്ന് നടത്തണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, നമ്മളെല്ലാം നമ്മുടെ ഇഷ്ടമനുസരിച്ച് ജീവിക്കുന്നവരാ, ഇല്ലേ? സ്തോത്രം. നമ്മൾ ഈ ഹോസ്പിറ്റലിൽ ചെല്ലുമ്പം ഒരസുഖം വന്നാൽ ഉടനെ ഒരു ഡോക്ടറെ കാണാൻ പോകുമ്പം 4 പേരോട് ചോദിക്കും, എനിക്കിങ്ങനെ ഒരു അസുഖമുണ്ട്, ആരെ കാണണം? അപ്പോൾ പറയും, ഇന്നാരെയും ഒന്ന് കാണും. 4 പേരോട് അഭിപ്രായം ചോദിച്ചിട്ടേ ചെല്ലത്തുള്ളൂ. ചെന്ന് ഡോക്ടറെ കണ്ട് കാര്യമെല്ലാം പറയും. അങ്ങനെ എഴുതി തരുന്ന സകല ഡയഗ്നോസിങ് ടെസ്റ്റ് നടത്തും, ഇല്ലയോ? മുഴുവൻ നടത്തും. റിപ്പോർട്ടെല്ലാം കൊണ്ടുവരും. ഭവ്യതയോടെ ആ ഡോറിൻ്റെ മുമ്പിൽ ഇങ്ങനെ നിൽക്കും. പേഷ്യൻറ്റിനെ വിളിയോ, റജി എന്ന് പറയുമ്പോൾ അങ്ങനെ അകത്തോട്ട് കയറി ചെല്ലും. വിനയത്തോടെ ഇരിക്കും. റിപ്പോർട്ടെല്ലാം മനസ്സിലാക്കിയിട്ട് അയാൾ, ഇല്ലേ, ആ ഡോക്ടർ ചില പ്രിസ്ക്രിപ്ഷൻസ് എല്ലാം കുറിച്ച് തരും. വളരെ ഭവ്യതയോടെ വാങ്ങിക്കും. നേരെ മെഡിക്കൽ സ്റ്റോറിൽ ചെല്ലും. അവൻ്റെ കയ്യിലോട്ട് കൊടുക്കും. അവൻ ഇത് നമുക്ക് വായിക്കാൻ അറിയത്തില്ല, നിങ്ങൾക്കൊക്കെ വായിക്കാൻ അറിയാമായിരിക്കും, എനിക്ക് വായിക്കാൻ അറിയത്തില്ല. ഈ ഡോക്ടർമാർ എഴുതുന്നത് മലയാളമാണോ, തെലുങ്കാണോ, ഇംഗ്ലീഷാണോ, ഹിന്ദിയാണോ ആർക്കറിയാം. എന്തായാലും വളരെ ഭവ്യതയോടെ വാങ്ങിച്ച് മെഡിക്കൽ സ്റ്റോറിൽ കൊണ്ട് കൊടുക്കും. അവൻ എന്തൊക്കെയോ നോക്കിയിട്ട് ആ പെട്ടിയിൽ നിന്നും ഈ പെട്ടിയിൽ നിന്നും അതിൽ നിന്നും ഇതിൽ നിന്നും കറക്റ്റായിട്ട് കുറച്ച് മരുന്നുകൾ കവറിലിട്ടിട്ട് 1 0 പിന്നെ 1 1 1 0 പിന്നെ 1 1 1 1 ഇതെല്ലാം നോക്കി കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ട് ആഹാരത്തിന് മുമ്പും ആഹാരത്തിന് പിമ്പും കൃത്യമായിട്ട് കഴിക്കും. ഈ മരുന്ന് തന്നവനോട് ചോദിക്കുമോ, ഇത് തിന്ന ചത്തുപോകുമെന്ന്? നിനക്ക് അബദ്ധം പറ്റി തന്നതാണോ? അങ്ങനെ പറ്റിക്കൂടെ? ആരെങ്കിലും ചോദിക്കുമോ? ഇന്ന് വരെ മരുന്ന് വാങ്ങിച്ച ഏതെങ്കിലും ഒരു വ്യക്തി എടുത്തു തന്ന ആളോട്, മക്കളെ ഇത് തന്നെ ആണോ, ഇത് തിന്നാൻ ഞാൻ ജീവിച്ചിരിക്കുമോ, ചത്തുപോകുമോ? ആരെങ്കിലും ചോദിച്ചോറുണ്ടോ? ഇത്രയും അനുസരണയോടനുസരിക്കുന്നത് എനിക്ക് വേണ്ടിയാണെങ്കിൽ, ഇത്ര അനുസരണയോടെ അനുസരിക്കുന്ന എന്തിനാ? ഈ ശരീരത്തിന് വേണ്ടിയാണെങ്കിൽ, ഇതിന്റെ അകത്തെ മനുഷ്യന് വേണ്ടി നീ എന്തോ അനുസരിക്കുന്നേ? സ്തോത്രം. അത് ചിന്തിച്ചു നോക്കിയേ, എന്തോ അനുസരിക്കുന്നേ? കർത്താവ് പറയുക, മക്കളെ നീ നിനക്കുള്ളവനല്ല, നിന്നെ വിലയ്ക്ക് വാങ്ങിയതാ. ഇനി നീ ജീവിക്കുന്നത് നിനക്ക് വേണ്ടിയല്ല, നീ എനിക്ക് വേണ്ടിയാ ജീവിക്കുന്നേ. ഇത്രയും കേട്ടിട്ടും സ്തോത്രം എങ്ങനെയാ ജീവിക്കുന്നതെന്ന് ഞാനും നിങ്ങളും ഒന്ന് തീരുമാനിച്ചാൽ മതി. മനസ്സിലായോ? മരുന്ന് മേടിക്കാൻ പോയപ്പോ, മെഡിസിന് പോയപ്പോ എത്ര ഭവ്യതയോടെ അതനുസരിച്ചെങ്കിൽ അകത്ത മനുഷ്യനെ കുറിച്ച് പറഞ്ഞതിനെ എത്രമാത്രം ഡിനേൽ ചെയ്തു എന്നൊന്ന് ചിന്തിച്ചാൽ മതി. എന്നിട്ട് നമ്മുടെ ആത്മീയത ഒന്ന് പരിശോധിച്ചാൽ നമ്മൾ വളർന്നോ തളർന്നോ? ചിലത് ഈ ബോൺസായി ചെടി പോലാ. ബോൺസായി ചെടി നിങ്ങൾക്കറിയാം, ബോൺസായി ചെടി കണ്ടിട്ടുണ്ടല്ലോ ഇല്ലയോ? 50 വർഷമായ ബോൺസായി ചെടിയും ഒരടി കൂടുതൽ വളരത്തില്ല. വർഷം 50 ആയി,
പക്ഷെ ഒരടി കൂടുതൽ എന്ത് ചെയ്യത്തില്ല. വെള്ളം ഒഴിച്ചാലും ഈ പറഞ്ഞതുപോലെ എന്തുവാ യൂറിയയോ ഫാസ്റ്റംബോസോ എല്ലുപൊടിയോ ഒക്കെ ഇട്ടാലും എന്തോരം ഇട്ടാലും ഈ ബോൺസായി എത്രയേ ഉള്ളൂ. അതുകൊണ്ടാണല്ലോ ഈ ബോൺസായി എന്ന് പറയുന്നത്. എന്തോരം വചനം കൊട്ടിയാലും നമ്മുടെ സ്പിരിച്വൽ ഗ്രോത്ത് ഒന്ന് പരിശോധിക്കണം. നന്നായിട്ട് എക്സസൈസ് ചെയ്യണം. നമ്മുടെ ആത്മീയ വളർച്ച എന്തോ ഉണ്ടെന്ന്, എത്രമാത്രം ഉണ്ടെന്ന് നമുക്കറിയണം. സ്തോത്രം. അതാണ് യഥാർത്ഥമായ ഒരു കാഴ്ചപ്പാട് പ്രാപിക്കുക എന്ന് പറയുന്നത്. സ്തോത്രം. അല്ലാതെ ഒരു പെന്തക്കോസ്തുകാരന്റെ വീട്ടിൽ ജനിച്ചത് കൊണ്ടോ രക്ഷിക്കപ്പെട്ടത് കൊണ്ടോ അപ്പൻ ഉപദേശി ആയതുകൊണ്ടോ അമ്മ പ്രാർത്ഥനക്കാരി ആയതുകൊണ്ടോ ഒന്നും വലിയ കാര്യമൊന്നുമില്ല. നമുക്ക് വന്ന, അയ്യോ ഞാൻ ആരെ കുറ്റപ്പെടുത്തി പറഞ്ഞിട്ടാ, നമ്മുടെ ആത്മീയത ഇല്ലേ, പൗലോസ് പറയുക, നിങ്ങൾ വിശ്വാസത്തിൽ ഇരിക്കുന്നുവോ എന്ന്. എന്താ വായിക്കുന്നത്? അങ്ങനെ ഇല്ലയോ? നിങ്ങളെ തന്നെ. 13-ാം അധ്യായം 5-ാമത്തെ വാക്യം, 2 കൊരിന്ത്യർ ലേഖനം 13-ാം അധ്യായം. നിങ്ങൾ വിശ്വാസത്തിൽ ഇരിക്കുന്നുവോ എന്ന് നിങ്ങളെ തന്നെ പരിശോധിക്കണം. നിങ്ങളെ തന്നെ പരിശോധിക്കണം. ഈ ആരാധനയ്ക്ക് കടന്നു വരുന്നതിന് മുമ്പ്, കർത്താവേ, ഞാൻ എങ്ങനെ എൻ്റെ ആത്മീയതയുടെ നിലവാരത്തെ വളർത്താൻ സഹായിച്ചിട്ടുണ്ട് എന്നൊന്ന് പരിശോധിക്കണം. അത് മനസ്സിലാക്കിയാൽ നമ്മളൊരു വലിയ, അതാണ് യഥാർത്ഥ ഡെലിവറൻസ് എന്ന് പറയുന്നത്. നിങ്ങൾ വിശ്വാസത്തിൽ ഇരിക്കുന്നുവോ എന്ന് നിങ്ങളെ തന്നെ പരിശോധിപ്പീൻ. നിങ്ങളെ തന്നെ ശോധന ചെയ്യണം. നമ്മൾ തന്നെ നമ്മളെ ഒന്ന് ശോധന ചെയ്യണം. ഇനി ഞാൻ എനിക്ക് വേണ്ടിയുള്ള ഒരാഴ്ച എനിക്ക് ദൈവം തന്നു, ഞാൻ ഒരാഴ്ച ജീവിച്ചു, ഉറക്കമുളച്ചും ജോലി ചെയ്തും കഷ്ടപ്പെട്ടും ജീവിച്ചു. ഈ ജീവിതം മുഴുവൻ ആർക്ക് വേണ്ടിയാ? എനിക്ക് വേണ്ടിയാ. പക്ഷെ ഈ 7 ദിവസം 24/7 എത്ര മിനിറ്റ് നിങ്ങളുടെ സ്പിരിച്വൽ ലൈഫില് ദൈവം ആഗ്രഹിച്ചതിനു വേണ്ടി നിങ്ങൾ ജീവിച്ചു. നിങ്ങൾ ജീവിച്ചു. സ്തോത്രം. സ്തോത്രം. ഞാൻ ഈ കല്യാണമൊക്കെ കഴിക്കാത്ത പിള്ളേരെ കാണുമ്പോൾ എനിക്ക് അസൂയയാണ്. എത്രയും പെട്ടെന്ന് ഇവന്മാർ കല്യാണം കഴിഞ്ഞ് ഒരു പരുവത്തിലാവണമെന്നാണ് ഇങ്ങനെ സന്തോഷിച്ച് അടിച്ചു പൊളിച്ച് കിടക്കുമ്പോൾ ഞാൻ പറയും, മക്കളെ കല്യാണം കഴിക്കണം കേട്ടോ. അതിൻ്റെ അവസ്ഥ അതാണോ, അതാ ആവശ്യമാണ്. അവനിങ്ങനെ സുഖിച്ച് പോകുന്ന കാണുമ്പോൾ നമുക്ക് സങ്കടമാണ്. ഞാൻ ഉള്ള കാര്യമാണ് പറയും. അതില്ലായിരുന്നെങ്കിൽ എന്തോ ഒരു ആനന്ദമായിരുന്നെന്ന് അറിയാമോ. കല്യാണം കഴിച്ചാൽ ഭാര്യയെ കെയർ ചെയ്യണം, വീടുണ്ടാക്കണം, പിള്ളേരെ ജനിച്ചാൽ അവരെ പഠിപ്പിക്കണം, അവരെ വളർത്തണം. എൻ്റെ പൊന്നെ, ഈ നുകം വെച്ച് കാള കലപ്പ വലിക്കുന്ന പോലെ വലിച്ച് വലിച്ച് തീരുക. ഉള്ള കാര്യമാണ് പറഞ്ഞത്. ഇതിൻ്റെ ഇടയ്ക്ക് എവിടെ സുവിശേഷം, എവിടെ ദൈവഹിതം? നിങ്ങൾ ചിരിച്ചങ്ങ് കളയരുത്. സ്തോത്രം. സ്തോത്രം. ഇതിൻ്റെ ഇടയ്ക്ക് എവിടെ ഗോസ്പലിന് വേണ്ടി പോകാൻ പറ്റുന്നു? സ്തോത്രം. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. എന്നാൽ ഈ ലൈഫിൽ ദൈവം ആഗ്രഹിക്കുന്ന ഒരു കാര്യമുണ്ട് കേട്ടോ. ഞാൻ എനിക്ക് വേണ്ടിയുള്ളവൻ അല്ല, ഞാൻ കർത്താവിന് വേണ്ടിയുള്ളവനാ. അത് മനസ്സിലാക്കി കർത്താവിന് വേണ്ടി ജീവിക്കുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുക. നിങ്ങളുടെ ഹൃദയത്തിൽ അത് ഉണ്ടാകണം കേട്ടോ. മുൻപേ അവൻ്റെ രാജ്യവും നീതിയും അന്വേഷിപ്പീൻ. നമ്മളുടെ ഫസ്റ്റ് പ്രിഫറൻസും പ്രയോറിറ്റിയും അതായിരിക്കണം. സ്തോത്രം. കർത്താവിന് വേണ്ടി എന്തെങ്കിലും ചെയ്യുക, അതാണ് ആത്മാവിൻ്റെ നിയോഗം എന്ന് പറയുന്നത്. സ്തോത്രം. സ്തോത്രം. ഹല്ലേലൂയ. ജീവിതത്തിൽ എന്തെങ്കിലും ചെയ്തതായി
ചെയ്യാനായിട്ട് ദൈവത്തിന് സ്തോത്രം. ദൈവം ഒരു നിയോഗം തന്ന് നമ്മെ ഇങ്ങോട്ട് അയച്ചിരിക്കുക. കർത്താവിന് മഹത്വം ഉണ്ടാകട്ടെ. സ്തോത്രം. ഇനി നിങ്ങളൊന്ന് ചിന്തിക്കണം, എന്നെ എന്തിനാ ഇങ്ങോട്ട് അയച്ച്? എന്തിനാ ഇങ്ങോട്ട് അയച്ച്? ഇത് ആരാധനയിൽ ഇങ്ങനെയാണോ? ഇത് നിങ്ങളൊന്ന് ചിന്തിക്കാനോ? ഞാനും നിങ്ങൾ എന്തിനാ കർത്താവ് കഷ്ടപ്പെട്ട് ഈ ഭൂമിയിലോട്ട് എന്നെ അയച്ച്? എന്ത് നിയോഗമാണ് എനിക്കുള്ളത്? ഇവിടെ നിന്ന് ഞാൻ പോകുന്നതിന് മുമ്പ് ഞാൻ എന്താ ചെയ്ത് തീർക്കാനുള്ളത്? അവൻ കഷ്ടം അനുഭവിച്ച ശേഷം അവന്റെ മാതൃക പിന്തുടരുവാൻ നമുക്കൊരു കാൽച്ചുവട് വെച്ചേച്ചു പോയി. അപ്പൊ നമ്മൾ പിന്തുടരേണ്ടുന്നത് ഒരു വഴിയുണ്ട്. ഒരു നിയോഗത്തിന്റെ പൂർത്തീകരണം വരുത്തിയവനെയാണ് നമ്മൾ അനുഗമിക്കുന്നത്. അവനെ അനുഗമിച്ച് അവന്റെ അടുക്കലേക്കാണ് നമ്മൾ പോകുന്നത്. ദൈവത്തിന് സ്തോത്രം. ആരും തനിക്കായി ജീവിക്കുന്നില്ല, ആരും തനിക്കായി മരിക്കുന്നില്ല. ജീവിക്കുന്നെങ്കിലും മരിക്കുന്നെങ്കിലും ക്രിസ്തുവിന് വേണ്ടി. അപ്പൊ ഈ യാത്രയിൽ എൻ്റെ മേലുള്ള നിയോഗം എന്താണ്? സ്തോത്രം, സ്തോത്രം. അതറിയുന്നതാണ് യഥാർത്ഥ വെളിപ്പാടെന്ന് പറയുന്നത്. ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ടെങ്കിലും ഒന്ന് രണ്ട് കാര്യങ്ങൾ ഞാൻ പറയാം. നമ്മുടെ ഈ ജീവിതത്തിൽ നമുക്ക് കിട്ടിയ എന്തിനു വേണ്ടിയാണ് എന്നെ ഇങ്ങോട്ട് അയച്ചത്? ഇല്ലയോ? നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? എന്തിനു വേണ്ടി ഇങ്ങോട്ട് അയച്ചേ? ഖത്തറിലോട്ട് അയച്ച കാര്യമല്ല പറഞ്ഞേ. ഈ ഭൂമിയിലേക്ക് എന്തിനു വേണ്ടി അയച്ചേ? നിങ്ങൾ ചിന്തിച്ച് അതിന് മറുപടി പറയാമോ? എന്തിനു വേണ്ടി എന്നെ അയച്ച്? ഞാനോ ചിന്തിക്കുക, സൂസനെ സിസ്റ്ററെ വിവാഹം കഴിച്ച് 3 കുഞ്ഞുങ്ങൾ, ഇല്ലയോ? അങ്ങനെ ഇല്ലയോ? കുടുംബമായിട്ട് ജീവിക്കുക, അങ്ങനെ ഇല്ലയോ? അവരെ നന്നായി നോക്കി നല്ലൊരു അപ്പനായിരിക്കുക. നോ, ഞാൻ ഹെലനെ കല്യാണം കഴിച്ച് 2 പിള്ളേരെ ജനിപ്പിച്ച് അവരെ ഉന്നതിയിലെത്തിക്കുക അല്ലെന്നേ. അത് നമ്മുടെ ഈ ശരീരത്തിന്റെ ആഗ്രഹമാണ്. എന്നാൽ എന്നെ കുറിച്ച് ദൈവത്തിനൊരു ഉദ്ദേശ്യമുണ്ട്. അതറിയുന്നവനാണ് യഥാർത്ഥ ആത്മീയൻ. അതറിയണം. അതറിയുന്നത് ചത്തു കഴിഞ്ഞതിന് ശേഷമല്ല. ഒരിക്കൽ ഒരു ധനവാനായ മനുഷ്യൻ കർത്താവിന്റെ അടുക്കൽ, അല്ലെങ്കിൽ അബ്രഹാം പിതാവിനോട് പറഞ്ഞു, പിതാവേ, എന്റെ സഹോദരന്മാർ 4 എണ്ണം അവിടെ ഉണ്ട്, അവന്മാർ ഇങ്ങോട്ട് വരാതിരിക്കാൻ എവനെ അങ്ങോട്ട് അയക്കണം. ചത്തേച്ച് തീർക്കാനുള്ളതല്ല നിയോഗം, ജീവിച്ചിരിക്കുമ്പം ചെയ്തു തീർക്കാനുള്ള നിയോഗം. കേട്ടോ? എൻ്റെ പിന്നെ സഭയിൽ ഒരു വലിയ പണക്കാരനുണ്ടായിരുന്നു, ഭയങ്കര പണക്കാരൻ. ഞാൻ ആദ്യം പറഞ്ഞ ഒരു വ്യക്തിയെ കുറിച്ച്. ഇങ്ങേര് എന്നോട് പറഞ്ഞു, എൻ്റെ കാലശേഷം ഞാൻ സഭയ്ക്ക് ഇന്നതൊക്കെ ചെയ്യും. എന്ത് ചെയ്യും? ഇട നീ ചത്തിട്ട് സഭയ്ക്ക് എന്നിട്ട് എന്തോ കാര്യം? നീ ജീവിച്ചിരിക്കുമ്പോ സഭയ്ക്ക് വല്ലതും കൊടുക്ക. സ്തോത്രം. നിങ്ങൾ വിചാരിക്കും അങ്ങനെ മരിച്ചുപോയി. മരിച്ചു കഴിഞ്ഞപ്പോ എല്ലാം തന്നു. 4 പിള്ളേരൂടെ ഹൈക്കോടതി കേസ് കൊടുത്തേക്കുക, ഇതെങ്ങനെ ഷെയർ ചെയ്യണമെന്ന്. ഞാൻ ഷാർജയിൽ ശുശ്രൂഷിക്കുന്ന സമയത്ത് ശുശ്രൂഷിക്കാൻ പോയത്, അവിടുത്തെ ഒരു പാസ്റ്റർ സിക്കായി നാട്ടിലേക്ക് പോയതുകൊണ്ടാണ്. പാസ്റ്റർ പേരെന്ന്, അദ്ദേഹം ഒരു ചൈനീസ് കാർപ്പറ്റിൽ ജോലി ചെയ്യുന്ന നല്ലൊരു ഉദ്യോഗസ്ഥനായിരുന്നു. നല്ല ശമ്പളമുണ്ട്. കർത്താവിൻ്റെ ദാസി, നല്ല അനുഗ്രഹിക്കപ്പെട്ടൊരു ദൈവദാസിയാണ്. ഞാൻ അവരെ കുറ്റം പറയത്തില്ല. അവരൊരു തീരുമാനമെടുത്തു. റിട്ടയർമെന്റ് ചെയ്തതിന് ശേഷം വടക്കേ ഇന്ത്യയിൽ പോയി എന്ത് ചെയ്യണം? നല്ല ആഗ്രഹമല്ലേ? അതിന് പൈസ വേണം. അതുകൊണ്ട് ഒരാളുടെ കയ്യിൽ നിന്ന് ഞാൻ അന്ന് 5 പൈസ വാങ്ങിക്കത്തില്ല. അതിന് അവർ 2 പേരും, അവരൊരു നേഴ്സാണ്, ഇദ്ദേഹം കാർപ്പറ്റ്, നല്ല കമ്പനി ജോലിയാണ്. തീരുമാനമെടുത്തു, നമ്മുടെ ദശാംശം കൂട്ടിവെച്ചു. പാസ്റ്ററേയും വൈഫിന്റെ ദശാംശം 5 പൈസ ആർക്കും എന്ത് ചെയ്തില്ല. അതെന്തിനാ? 60 വയസ്സിൽ വിസ കിട്ടാതാവുമ്പം നോർത്ത് ഇന്ത്യയിൽ പോയി
സുവിശേഷ വേല ചെയ്യാൻ, അന്ന് കാശ് ആരുടെയും ചോദിക്കാതിരിക്കാൻ, ഇന്ന് കിട്ടുന്ന ദശാംശം കൂട്ടി വെക്കുക. അല്ല പുള്ളിയാ നടന്ന സംഭവം. 50-ാമത്തെ വയസ്സിൽ ബുദ്ധിക്കകത്തൊരു ചെറിയ വർധന ഉണ്ടായി. ഇത്രയും വലിയ ബുദ്ധിയിലൊക്കെ വർധന വന്നില്ലല്ലോ. ഞാൻ അദ്ദേഹത്തെ കുറ്റപ്പെടുത്തി പറയല്ല. അദ്ദേഹം പോയി. ആ അമ്മ വടക്കേ ഇന്ത്യ ഒറ്റയ്ക്ക് പോകാൻ പറ്റുമോ? പറ്റത്തില്ലല്ലോ. അമ്മാമ്മ ഇപ്പം മക്കളുടെ കൂടെ ഒരു രാജ്യത്തുണ്ട്. ഏത് രാജ്യത്താന്ന് ഞാൻ പറഞ്ഞു. എന്നെ വിളിക്കാറുണ്ട്, വളരെ സന്തോഷം. ഞാൻ അവിടെ പോയി ശുശ്രൂഷിച്ച സമയത്ത് ഇനി ഇല്ല കിടക്കുന്ന പൈസയൊക്കെ ഉണ്ടല്ലോ, നല്ലൊരു എമൗണ്ട് ഇല്ലേ, 10-25 വർഷമായിട്ട് അധ്വാനിക്കല്ലേ, രണ്ടുപേരുടെ ദശാംശമല്ലേ, എന്നോ ദശാംശമാ. നമ്മളൊന്ന് ഇമാജിൻ ചെയ്ത് നോക്കിയേ. അവരോ പോയില്ല. ഞാൻ ഇടക്കിടയ്ക്ക് പറയും ഞാൻ വേല ചെയ്യാൻ ആഗ്രഹിക്കുന്നു, ഞാൻ വേല ചെയ്യാൻ ആഗ്രഹിക്കുന്നു. ഇത് കേട്ടിട്ടേലും അത് എടുത്ത് തരുമെന്നും പറഞ്ഞ വളരെ ഞാൻ പറഞ്ഞു. 8-9 മാസം പ്രസംഗിച്ചിട്ടൊന്നും അവർക്ക് അനക്കമില്ല. ഞാൻ ഈ വചനത്തിന് മുമ്പിൽ സത്യമാണ് പറയുന്നത്. ഒന്നും കൊടുക്കേണ്ടി വന്നില്ല. ഈ ആഗ്രഹമല്ല ദൈവത്തിന് നമ്മെക്കുറിച്ചുള്ളത്. നിനക്ക് ചെയ്യാൻ ശക്തിയുള്ളത് വേഗത്തിൽ ചെയ്യണം. കാറ്റും നോക്കി തിരമാലയും നോക്കിയൊക്കെ പിന്നെ വിതയ്ക്കാന്നും പറഞ്ഞൊന്നും നിൽക്കരുത്. ഒരു നിയോഗമാണ്. സ്തോത്രം. പാസ്റ്റർ ഇപ്പം ഞങ്ങൾക്കൊന്നും കൊടുക്കാൻ പറ്റുന്നില്ല, നല്ല കുറച്ചുകൂടെ ഒരു നല്ല ഇത് വേണം, എന്തെങ്കിലുമൊക്കെ കർത്താവിന് വേണ്ടി. അങ്ങനെ പറയുന്ന ആരെങ്കിലും ഈ സഭായത്തിനുണ്ടെങ്കിൽ ഒന്നും കൊടുക്കാൻ ഒരിക്കലും പറ്റുകയില്ല. ഞാൻ തുറന്നാ പറയുന്നത് കേട്ടോ. നമുക്കൊരു നിയോഗം ദൈവം തന്നെങ്കിൽ നമ്മൾ അതിനു വേണ്ടി ഉത്സാഹിച്ചാൽ അതിനുള്ള വഴികളെല്ലാം തുറക്കാൻ ദൈവം മതിയായവനാണ്. ദൈവത്തിന് സ്തോത്രം. ഞാൻ ഒരു സംഭവം, അത് ഒത്തിരി കാര്യങ്ങൾ പറയാൻ എനിക്കുണ്ടെങ്കിൽ ഒരു സംഭവം ഞാൻ പറയാം. നോക്കണേ, ഈ യേശു സ്നേഹിച്ച ഒരു കുടുംബമാണ് ഏത്? ലാസറിന്റെ കുടുംബം. ബഥാന്യയിലെ ലാസറിനെയും മാർത്തയും മറിയയെയും യേശു എന്ത് ചെയ്തു? സ്നേഹിച്ചു. യേശു സ്നേഹിച്ചു. ഇത്രയും പെർഫെക്റ്റ് ആയിട്ട് എഴുതി വെച്ചിരിക്കുന്ന ഒരു കുടുംബം കേട്ടോ. ദൈവത്തിന് സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. അവരും യേശുവിനെ സ്നേഹിച്ചു. സ്തോത്രം. ഈ വീട്ടിൽ യേശു പലപ്പോഴും ചെന്നിട്ടുണ്ട് കേട്ടോ. ഒരിക്കൽ ചെല്ലുമ്പോ മാർത്ത വചനം കേട്ട് അടങ്ങി പദമെടുത്തിലിരുന്നു. മറിയ. മാർത്ത എന്ത് ചെയ്തു? ശുശ്രൂഷകൾ വളരെ ചെയ്തു. എന്നിട്ട് വളരെ കഷ്ടപ്പെട്ട് ആഹാരം ഉണ്ടാക്കി. ഞാൻ ചില വീടുകളിലെല്ലാം ചെല്ലുമ്പം ദൈവമേ, ആ മേശപ്പുറത്തിരിക്കുന്ന കരിഞ്ഞതും പൊരിഞ്ഞതും വറുത്തതും വറക്കാത്തതും അതും ഇതുമല്ല, ഇതെല്ലാം കൂടെ ചെയ്യണേ എത്ര മണിക്കൂർ വേണമെന്ന് ഞാൻ ചിന്തിച്ചു. സ്തോത്രം. അതൊക്കെ തെറ്റൊന്നുമല്ല. ഞാൻ ആദ്യം ഞാൻ പറഞ്ഞില്ല, ഒരു കാര്യം പറഞ്ഞു വന്നപ്പോൾ എനിക്ക് നല്ല വീടൊന്നുമില്ലായിരുന്നു. അപ്പോൾ ഈ ദൈവദാസന്മാരെ ശുശ്രൂഷിക്കുന്ന കാര്യം പറഞ്ഞപ്പോഴാണ് ഈ പറഞ്ഞത്. എൻ്റെ വീട്ടിൽ എൻ്റെ വീടെന്ന് പറയാൻ എനിക്ക് വീടൊന്നുമില്ല, ഭാര്യ വീട്ടിലാണ് കേട്ടോ. നിങ്ങൾ വിചാരിക്കും എനിക്ക് ഏതാണ്ട് വലിയ വീടുണ്ട്. എനിക്ക് വീടൊന്നുമില്ല, ഭാര്യ വീട്ടിലാണ് ഞാൻ താമസിക്കും. കല്യാണം കഴിഞ്ഞ് അവരെന്നെ ദത്തെടുത്തതാ. ചില ഭർത്താക്കന്മാർക്ക് ഭാര്യ വീടെന്ന് പറയുമ്പം ചെകുത്താൻ കുരിശ് കാണുന്ന പോലെ, അങ്ങോട്ട് ചെന്ന് നിൽക്കുന്നേം കാണാം വണ്ടി സ്റ്റാർട്ട് ചെയ്തുകൊണ്ടിരിക്കുക. അങ്ങനൊന്നുമല്ല. അങ്ങനെ അഭിമാനക്ഷതൊന്നും വേണ്ട. ഭാര്യ വീടെന്ന് പറയാൻ അനുഗ്രഹിക്കപ്പെടതാ. ഭാര്യയുടെ വീടെന്ന് കാണരുത്, നമ്മുടെ വീടെന്ന് കാണണം കേട്ടോ. അപ്പം ഞാൻ കല്യാണം കഴിഞ്ഞതിന് ശേഷം 29-30 വർഷം കണ്ടായി ഞാൻ അവിടെ തന്നെ താമസിക്കുന്നത്. എനിക്ക് ഒരു അഭിമാനക്ഷതവും. എന്തിനാ അഭിമാനക്ഷതം ഉണ്ടാകുന്നേ? എടാ, ഇനി അവർ മേലാൽ 2 അല്ല 1 അത്രേ. ഈ 2 ആയിട്ട് കാണുമ്പോഴാ ഭാര്യ വീടിനെ, അമ്മായിയപ്പനെ അമ്മായിയമ്മയൊക്കെ കാണുന്നത്. 1 ആയിട്ട് കാണുക. ഞാൻ ഒരു ഉപദേശിയാ, വ്യക്തമായിട്ട് പറയാം. നമ്മൾ ഭയങ്കര അഭിമാനക്ഷതമൊന്നും വേണ്ട. ഭാര്യയുടെ വീടെന്ന് ഇവിടെ ആ വീട് ഈ നേതൃത്വത്തിൽ നിന്നുള്ളവരെല്ലാം
കൊച്ചു മുറികളാ, ഒരു കട്ടിലിട്ട് കഴിഞ്ഞാൽ പിന്നെ വലിയ. ഈ വന്നു കഴിയുമ്പോൾ ഇവരെ എപ്പോഴും കട്ടിലല്ല, ഈ ദേവദാസന്മാരെ കട്ടില. ഞാൻ തറയെന്ന് പറഞ്ഞാൽ ആ തറയല്ല, തറയല്ല കിടക്കുന്നത്. നിങ്ങൾ വിചാരിക്കും ഞാൻ തറയാന്ന്, അങ്ങനല്ല, തറയില കിടക്കുന്നേ. അപ്പൊ മാസത്തിൽ എപ്പോഴും പാസ്റ്റർമാർ കാണും, ഞാൻ എപ്പോഴും തറയില കിടക്കുന്നത്. കർത്താവിന് സ്തോത്രം. അപ്പൊ ഞങ്ങള് വളരെ ആഗ്രഹിച്ചൊരു വീടൊക്കെ വെച്ച് ദേവദാസന്മാരെ ശുശ്രൂഷിക്കാൻ. ഇന്നൊക്കെ ചെല്ലുന്നിടത്ത് എന്നോ സൗകര്യങ്ങളാ തരുന്നേ. അതുകൊണ്ട് കർത്താവിന് വേലയ്ക്ക് കൊടുക്കുന്നതിലൊന്നും ഒരു മടിയും എന്ത് ചെയ്യരുത്, ഒന്നും വിചാരിക്കരുത് കേട്ടോ. സ്തോത്രം. കർത്താവിനെ ശുശ്രൂഷിക്കുക. നമ്മൾ കർത്താവിനെ ശുശ്രൂഷിക്കുക എന്ന് പറയുന്നത് കാണുന്ന സഹോദരനെ, നമ്മുടെ മുൻപിൽ ഒരു ശുശ്രൂഷ അനുഭവിപ്പാൻ ആഗ്രഹിച്ച് നിൽക്കുന്നവനെ ശുശ്രൂഷിക്കുന്നത് കർത്താവിനെ ശുശ്രൂഷിക്കുന്നത് പോലെ. എളിയവരിൽ ഒരുവൻ ഒരു ഗ്ലാസ് വെള്ളം കൊടുക്കുന്നത് നിങ്ങൾ എനിക്ക് തന്നതുപോലെ. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന് മഹത്വം ഉണ്ടാവട്ടെ. അത് ആ മനോഭാവത്തിൽ വേണം കേട്ടോ. അപ്പൊ ഈ മാർത്ത വലിയ ശുശ്രൂഷ. സഭയിലാണെങ്കിലും 2 ഗ്രൂപ്പുണ്ട്. ഒരു ഗ്രൂപ്പ് എപ്പോഴും വചനം കേട്ടുകൊണ്ടിരിക്കും, അവർക്ക് വേറൊരു കാര്യവുമില്ല. അവര് വരുന്നു, വചനം കേൾക്കുന്നു, ചായ കുടിക്കുന്നു, അതുപോലെ പോകുന്നു. വേറൊരു ഗ്രൂപ്പുണ്ട്, ഇങ്ങനെ ശുശ്രൂഷയാൽ എന്ത് ചെയ്യുക, കസേര എടുത്തിടുന്നു, പാമടക്കി വെക്കുന്നു, ഇല്ലെങ്കിൽ അത് ചെയ്യുന്നു, ഇത് ചെയ്യുന്നു, വണ്ടി ഇടാൻ പറയുന്നു. സ്തോത്രം. പാസ്റ്റർ പറയുന്നതെല്ലാം ഓടി നടന്ന് ചെയ്യുന്നു, അങ്ങോട്ട് ഓടുന്നു, ഇങ്ങോട്ട് ഓടുന്നു. വചനം കേൾക്കുന്ന മറിയ അടങ്ങി ഇരുന്ന് കേൾക്കുന്നു, ചായ കുടിക്കുന്നു. മാർത്ത ഇമ്മാതിരി പരിപാടി ചെയ്യുന്നു, ഓടുന്നു. ഏറ്റവും കൂടുതൽ പരാതി പറയുന്ന ആരാന്നറിയാമോ? മാർത്തമാരാ. അപ്പൊ ഞാൻ ചിന്തിക്കും, ഇവർ ഇത്രയും ചെയ്തിട്ട് ഈ പിറുപിറുത്തപ്പോ അതൊക്കെ പോയില്ലേ? അത് ചെയ്യാനുള്ളൊരു നിയോഗമാണ് എനിക്ക് ദൈവം തന്നേന്ന് ഓർത്താൽ നോ കമന്റ്. സ്തോത്രം. എന്നാലും പാസ്റ്റർ ഇത്രയും കാര്യങ്ങളൊക്കെ നടന്നിട്ടും ആ മാത്തുക്കുട്ടി നമ്മുടെ പരിസരത്ത് പോലും വന്നില്ല കേട്ടോ. എന്നാൽ സഭായോഗത്തിന് ആള് കളിക്കാൻ പുള്ളി ഇങ്ങനെ എന്ത് ചെയ്യും? പാസ്റ്ററോട് പറഞ്ഞ് പറ്റാത്തവർ എന്ത് ചെയ്യും? തമ്മി പറയും. അല്ല സാങ്കുട്ടി, നമ്മളൊക്കെ ഉള്ളു കഷ്ടപ്പെടാൻ. അവന്മാര് സമയത്തിന് വന്ന ആളും കളിച്ച് പാട്ടും പാടി കയ്യും വീശി അവന്മാരങ്ങ് പോയി. ചെയ്തതെല്ലാം വെള്ളത്തിലായി. ഇതാണ് മാർത്തയുടെ അനുഭവം. സ്തോത്രം. നാം ചെയ്യുന്നത് കർത്താവിനെന്ന വണ്ണം ചെയ്യുക. പ്രൈസ് ദി ലോർഡ്. പ്രതിഫലം തരുന്ന ഒരു ദൈവമുണ്ട്. സ്തോത്രം. അവരും നമ്മളെ പോലെ ചെയ്യണമെന്ന് ആഗ്രഹിക്കരുത്. ദൈവം എനിക്ക് തന്നത് ഞാൻ ചെയ്യുന്നു. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. സന്തോഷത്തോടെ കർത്താവിനെ സ്തുതിച്ച് അങ്ങനെ സഭയെ ശുശ്രൂഷിക്കാൻ നോക്കിയേ നിങ്ങൾ അനുഗ്രഹിക്കപ്പെട്ടവരാകും. ഹല്ലേലൂയ. ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം. അവൻ കൊടുത്തോ, ഇവൻ തന്നോ, അവൻ വന്നില്ലയോ, ഇവൻ ഇരുന്നില്ലയോ, ഇവൻ കണ്ടില്ലയോ, എനിക്ക് ചെയ്യാനുള്ളത് ഞാൻ എൻ്റെ കർത്താവിന് വേണ്ടി ചെയ്യും. ഇന്ന് പകൽ ആ തീരുമാനമുള്ളവർക്കായി ഞാൻ എൻ്റെ ദൈവത്തെ സ്തുതിച്ചാരാധിക്കുക. ആര് കൊടുത്തു, ആര് എടുത്തു, ആര് ചിലവിട്ടു, അതെന്റെ വിഷയമല്ല. എൻ്റെ ആയുസ്സിൽ ദൈവം എനിക്ക് തന്നത് ഞാൻ ശക്തിയോടെ ചെയ്യും. അതാണ് നിയോഗം അറിയാന്ന് പറഞ്ഞേ. സ്തോത്രം. പിടികിട്ടിയോ പറഞ്ഞേ? ഈ വീട്ടിൽ വന്നു, നല്ല ശാപ്പാടൊക്കെ കൊടുത്തു, പിന്നെയും വന്ന് കാണും. ഒരിക്കൽ കർത്താവിൻ്റെ അടുക്ക പറഞ്ഞു, സ്തോത്രം, വേണ്ടേ നീ സ്നേഹിച്ച ഈ സഹോദരൻ ദീനമായി കിടക്കുക. കർത്താവ് അടങ്ങി അവിടെ ഇരുന്നു, എങ്ങും പോയില്ല. 2 ദിവസം കഴിഞ്ഞു. 3 ദിവസം കഴിഞ്ഞപ്പോൾ കർത്താവ് പറഞ്ഞു, എഴുന്നേൽക്ക്, നമുക്ക് പോകാം. നമ്മുടെ സ്നേഹിതൻ ലാസർ ഉറങ്ങുന്നു, അവനെ ഉണർത്താൻ പോകാം. പോയി കല്ലറയ്ക്ക് മുമ്പിൽ ചെന്നു, കരഞ്ഞ് വിളിച്ച് പുറത്തു കൊണ്ടുവന്നു. വലിയ വിടുതൽ നടന്നു. സ്തോത്രം. നിയോഗം. വീണ്ടും കർത്താവ് ആ വീട്ടിൽ ചെന്നു. വീണ്ടും കർത്താവ്
കർത്താവ് ആ വീട്ടിൽ ചെന്നു. 12-ാം അധ്യായം 1-ാമത്തെ വാക്യം ഒന്ന് വായിച്ചേ. 1 മുതൽ ഒന്ന് വായിച്ചേ, വേഗം വായിക്കുക. ശുശ്രൂഷ ചെയ്യുന്നവരെന്നും ശുശ്രൂഷ ചെയ്യും. അവരെ പ്രത്യേകിച്ച് പറയൊന്നും വേണ്ട. സ്തോത്രം, സ്തോത്രം. മാർത്ത അവന് ശുശ്രൂഷ ചെയ്തു. ലാസർ അവനോടുകൂടെ പന്തിയിലിരുന്നു. അടുത്തത്, അപ്പോൾ മറിയ വിലയേറിയ സ്വച്ഛ ജഡമാംസി തൈലം ആമേൻ ഒരു റാത്തൽ എടുത്ത് യേശുവിന്റെ കാൽക്കൽ പൂശി അവളുടെ തലമുടി കൊണ്ട് അവന്റെ കാല് തുടച്ച് ആ തൈലത്തിന്റെ സൗരഭ്യം വീട് മുഴുവൻ പരന്നു. ദൈവത്തിന് സ്തോത്രം, സ്തോത്രം. നോക്കിയേ, യേശു പല പ്രാവശ്യം ആ വീട്ടിൽ ചെന്നു. ഒരിക്കൽ പോലും ഈ ഭരണിയിലോട്ട് മറിയ നോക്കിയതേ ഇല്ല. ഒരിക്കൽ പോലും നോക്കിയില്ല. ഒരു റാത്തലിന് 300 വെള്ളിക്കാശ് കിട്ടുന്നതാ. തന്റെ വീട്ടിൽ വന്നിരുന്ന് വചനം പറയുമ്പോ അച്ചടക്കത്തോടെ കേട്ടിരിക്കുമ്പോഴും മറിയ ഈ ഭരണിയെ കുറിച്ച് ചിന്തിച്ചതേ ഇല്ല, ചിന്തിച്ചില്ല. തന്റെ വീട്ടിൽ വന്നവൻ ആരെന്നും അവന്റെ മഹത്വം എന്തെന്നും അറിയുവാൻ ശ്രദ്ധിക്കാതെ അടങ്ങിയിരുന്ന് കേൾക്കുന്നതല്ല നിയോഗം. എന്റെ വീട്ടിൽ വന്നവൻ ആരാണ്, അവന്റെ മഹത്വം എന്താണ്, അവന്റെ സന്നിധിയിൽ ഇരിക്കുക മാത്രമല്ല ഒരു നിയോഗമെന്ന് അറിയുന്നവരാണ് യഥാർത്ഥ ആത്മീയ നിയോഗം പ്രാപിച്ചവർ. സ്തോത്രം. രണ്ടാമത് യേശു വന്നത് പ്രത്യക്ഷമായിട്ട് എഴുതിയിരിക്കുന്നത് തന്റെ സഹോദരൻ മരിച്ചു, അടക്കി. വന്നു കഴിഞ്ഞപ്പോ മറിയ കരഞ്ഞുകൊണ്ട് വന്നു. അവൾ കരയുന്നത് കണ്ടിട്ട് യേശുവിന്റെ ഉള്ളം കലങ്ങി എന്നാ വായിക്കുന്നത്. നമ്മുടെ കർത്താവിന്റെ ഒരു പ്രത്യേകത എന്താണെന്നറിയാമോ? കർത്താവ് സ്നേഹിക്കുന്നവർ കരയുന്നത് കണ്ട കർത്താവും കരയും. സ്തോത്രം. അങ്ങനെ ഒരു ദൈവത്തെ സ്നേഹിക്കാൻ ഭാഗ്യം കിട്ടിയ നമ്മള് എത്ര ഭാഗ്യവാന്മാരാ. നമ്മള് ചങ്ക് പറിച്ച് കാണിച്ചു കൊടുത്ത ചെമ്പരത്തി പൂവാന്ന് പറയുന്ന ലോകത്ത്, സ്തോത്രം, 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 നമ്മുടെ ഉള്ളം കലങ്ങുമ്പോ കണ്ണ് കലങ്ങുന്ന ഒരു കർത്താവ്, ഇത്രയും നല്ലൊരു ദൈവത്തെ സ്നേഹിക്കാൻ ഈ ആയുസ്സിൽ ഭാഗ്യം കിട്ടിയിട്ടും അത് ഗ്രഹിക്കാൻ കഴിയാത്ത നമ്മള് എത്രയോ അരിഷ്ടന്മാരാ. നോക്കിയേ, എൻ്റെ ഉള്ളം കലങ്ങുമ്പോൾ കണ്ണ് കലങ്ങുന്ന ഒരു കർത്താവിനെയാണ് ഞാൻ ആരാധിക്കുന്നത്. എൻ്റെ മനസ്സ് വേദനിക്കുമ്പോ, എൻ്റെ ഹൃദയം ഭാരപ്പെടുമ്പോ, അവൻ സ്തോത്രം, ഞാൻ സങ്കടപ്പെട്ട് നിലവിളിക്കുമ്പോ എന്നോട് കൂടെ കരയുന്ന ഒരു കർത്താവിനെയാണ് ഞാൻ ആരാധിക്കുന്നത്. ഇന്ന് പകല ദർശനം പ്രാപിച്ചവര് ആ കർത്താവിനെ ഒന്ന് സ്തുതിച്ചാരാധിക്ക്. നമ്മുടെ സ്തോത്രം സ്വീകരിക്കുവാൻ മാത്രമല്ല, നമ്മുടെ ആരാധന സ്വീകരിക്കുവാൻ മാത്രമല്ല, നമ്മുടെ ഉള്ളം കലങ്ങുമ്പോ നമ്മോട് കൂടെ സങ്കടപ്പെടുന്ന ഒരു കർത്താവുണ്ട്. അവൻ വേദനപ്പെട്ട് നിലവിളിക്കുമ്പോ അടുക്ക വന്ന് ആശ്വസിപ്പിക്കുന്ന ഒരു ദൈവമുണ്ട്. നമ്മുടെ സങ്കടങ്ങളെ ഏറ്റെടുക്കുന്ന ഒരു ദൈവമുണ്ട്. നമ്മുടെ ഭാരങ്ങളെ വഹിക്കുന്ന ഒരു ദൈവമുണ്ട്. നമ്മുടെ അപമാനങ്ങളെ തീർക്കുന്ന ഒരു ദൈവമുണ്ട്. എല്ലാ തരങ്ങളും തുറന്ന ആത്മാവിൽ കർത്താവിനെ ഒന്ന് സ്തുതിച്ച് ആരാധിച്ചാണ്ട് ഈ വിശുദ്ധ പകൽക്കാലം ആത്മാവിന്റെ സന്തോഷത്തോടെ സ്തോത്രം.
ശുശ്രൂഷിക്കുന്ന സഭയിൽ 32 വർഷമായി. ഒരു സഭയിലെ പാസ്റ്റർ, ഞാൻ ഒരു സഭയിലേ ഇരുന്നിട്ടുള്ളൂ, ഒറ്റ സഭയിലേ ഇരുന്നിട്ടുള്ളൂ. എന്നെ മാറ്റാൻ വരുന്നോട് പറയും, അച്ഛനങ്ങ് മാറുന്നതാണ് നല്ലത്. അയ്യോ, തുറന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ ചിരിക്കാൻ പറഞ്ഞതല്ല. ഒരച്ഛൻ 97 മുതൽ എന്നെ മാറ്റാൻ ശ്രമിക്കുക. ഞാൻ പറഞ്ഞ, അച്ഛാ ഏറ്റവും എളുപ്പം അച്ഛൻ മാറുന്നതാണ്. അങ്ങനെ നിങ്ങൾ തിരക്കി നോക്കും. ചേന്നമംഗലം, പറവൂർ ചേന്നമംഗലം സഭ, ചച്ചക്കോട് തിരക്കിയാൽ മതി. 32 വർഷമായി ഞാൻ പാസ്റ്റർ. അവിടെ എല്ലാവരും എന്നെ അനുസരിക്കുന്നവരാണെന്നൊന്നും വിചാരിക്കുന്ന മണ്ടനൊന്നുമല്ല. കുത്തിത്തിരിപ്പുകാരും അതിനകത്തുണ്ട്. ഏത് സഭയിലും യൂദായും ഉണ്ട്, ഏത് സഭയിലും പത്രോസും ഉണ്ട്. ഇതൊക്കെ ഉള്ളതാ സഭ. ഇതൊക്കെ അറിയാവുന്നതുകൊണ്ടാ പാസ് പിടിച്ചിരിക്കുന്നത്. നിങ്ങൾ വിചാരിക്കും പാസ് മണ്ടനാണ്. ഉയ്യോ, ഇതൊക്കെ അറിയാവുന്നതുകൊണ്ട്. ആരാ യൂദേന്നും ആരാ പത്രോസെന്നും ആരാ മത്തായി, ഇതൊക്കെ അറിയാം. അയ്യോ, മിടുക്കന്മാരാ പാസുമാർ കേട്ടോ. സ്വത്രം. അവിടെ ഒരച്ഛൻ, എൻ്റെ വൈഫ്, ഞാൻ കർത്താവിൻ്റെ ആശയോടൊക്കെ പറഞ്ഞത്, എൻ്റെ വൈഫിൻ്റെ മുഖത്ത് മുഴുവൻ പിമ്പിൾസ് ആയിരുന്നു. ഭയങ്കര പിമ്പിൾസ്. കൃഷ്ണമണിക്കകത്ത് മാത്രമേ ഉള്ളൂ ഇല്ലാത്ത, ഇത്ര പിമ്പിൾസ് ആയിരുന്നു. ഇതുപോലെ ഒരു കർത്തമേശ ഒക്കെ വെച്ച സമയത്ത് സഭയിലൊരു മൂപ്പൻ്റെ ഭാര്യ പറഞ്ഞു, സിസ്റ്ററെ, എനിക്ക് വിശുദ്ധ ചുംബനം തരാൻ ബുദ്ധിമുട്ടാണ്. നിങ്ങളുടെ മുഖത്ത് എൻ്റെ മുഖം മുട്ടിക്കാൻ എനിക്ക് അറപ്പാന്ന് പറഞ്ഞു. എൻ്റെ പെണ്ണും പുള്ള നിലവിളിച്ചുകൊണ്ട് അവിടെ ഇരിക്കുക. ഞാൻ അറിയുന്നില്ല ഇതൊന്നും. ഞാൻ ഭയങ്കര നിലവിളി. ഒന്ന് പറഞ്ഞു, രണ്ട് പറഞ്ഞു. എനിക്ക് പിന്നെ ഒരു കാര്യമുണ്ട്, ഒന്ന് ചോദിക്കും, രണ്ട് ചോദിക്കും, മൂന്നാമത് ഞാൻ ശരിക്കും ചോദിക്കും. അത് ഭാര്യയായാലും ഭർത്താവായാലും. അല്ലാതെ അല്ലയോ മോളെ പോട്ടെ എന്നൊന്നും ഞാൻ പറയത്തില്ല. ഞാനൊരു കാര്യം പറയാൻ പറഞ്ഞു. അപ്പം പറഞ്ഞു, ഇന്നാര് പറഞ്ഞു ഇങ്ങനെ വിശുദ്ധ കുമ്പനം തരാൻ ബുദ്ധിമുട്ടാണ്. ഞാൻ പറഞ്ഞു, അത്രേ ഉള്ളോ കാര്യം, നീ വിട്, നിനക്കുമ്മയല്ലേ വേണ്ടുന്നേ, അത് ഞാൻ തരാം. അവര് തരുന്ന ഉമ്മയും കൂടെ സത്യമായി ഞാൻ പറഞ്ഞേ. അവര് തന്നില്ലേ വേണ്ട, അതുകൂടെ തേർത്ത് ഞാൻ എന്ത് ചെയ്യാം? നീ ഹാപ്പി ആയില്ലേ? ഇതൊക്കെ ഉള്ള സഭയാണ് ഞാൻ ശുശ്രൂഷിച്ചതാവാ. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. 32 വർഷമായി കേട്ടോ. ദൈവം ഒരു നിയോഗം തന്നാൽ അത് അറിയണം, മനസ്സിലാക്കണം. ഒരു വാക്ക് കേട്ടോടാനുള്ളതല്ല, ഒരു വിഷയത്തിൽ തകരാനുള്ളതല്ല, ഒരുത്തൻ കൈ തന്നില്ലേ ഒരുത്തൻ അടുത്ത സഭയിൽ പോകാനുള്ളതല്ല. ചിലരോട് നോക്കി ചിരിച്ചില്ല, അതുകൊണ്ട് ഞാൻ ഇനി അങ്ങോട്ട്. എടാ, നിന്നെ ചിരിക്കാനാണോ ഇങ്ങോട്ട് കൊണ്ടുവന്നേ? അവൻ ചിരിച്ചില്ലേ, നീ നിന്റെ പണി നോക്ക്. നീ അങ്ങ് ചിരിക്ക്. അവൻ കൈ തന്നില്ലേ, നീ കൈ കൊണ്ട് ചെല്ല്. തോക്ക് പിടിക്കുന്ന പോലെ അവൻ എന്തോ ചെയ്യും? പിടിച്ചേച്ചു പോവും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സ്തോത്രം, സ്തോത്രം. നമ്മൾ അങ്ങനെ നമ്മളെ ഒന്ന് മോൾഡ് ചെയ്തെടുക്കണം. ഒരു പരാതിയില്ല, ഒരു പ്രശ്നവുമില്ല. വിഷയത്തിലേക്ക് വരാം. 8:50 നിർത്തണമെന്നാണ് വാസു പറഞ്ഞേക്കുന്നത്. ഞാനത് നോക്കണമല്ലോ, കർത്തമേശം നടത്തണം. ഈ മറിയ പന്തിയിലിരിക്കുമ്പോൾ ഈ തൈലഭരണി എടുത്ത് പൊട്ടിച്ച് ഒരു റാത്തലെടുത്തു. നോക്കി, തൻ്റെ സഹോദരൻ മരിച്ച് അടക്കാൻ നേരത്ത് പോലും പൊട്ടിക്കാത്ത ഭരണി. ചിന്തിക്കണേ. യഹൂദന്മാരുടെ സിസ്റ്റം അനുസരിച്ച് ശവസംസ്കാരത്തിൽ ശരീരത്തിൽ പൂശാനുള്ളതാ തൈലം. വചനമൊക്കെ കുത്തിയിരുന്ന് കേൾക്കും. ജീവൻ പോയാൽ ചിലത് തൊടുകയില്ല. മർമ്മം മനസ്സിലായോ? വചനമൊക്കെ ക്ലീനായിട്ട് കേൾക്കും. പക്ഷെ ജീവൻ പോയാ, യഹൂദന്റെ അസറ്റാണ് തൈലം. ഒരു റാത്തലിന് എത്ര രൂപ കിട്ടും? 300 വെള്ളിക്കാശ് കിട്ടും. യഹൂദന്റെ സിസ്റ്റം അനുസരിച്ച് ശവസംസ്കാര ശുശ്രൂഷ, കർത്താവിന്റെ ശവസംസ്കാരത്തിന് 100 റാത്തൽ സുഗന്ധവർഗം ഇട്ടെന്നാ വായിക്കുന്നത്. അങ്ങനെങ്കിൽ ഈ ലാസറിനെ അടക്കിയപ്പം ഈ മറിയ തന്നെ പറയാം, അവൻ നാറ്റം വെച്ച് നാറി. അവന്റെ ദേഹത്ത് പൂശാനുള്ള ഒരു ഭരണി എണ്ണ അവിടെ ഇരിക്കുക, തൊട്ടില്ല.
അപ്പൊ സഹോദരനാണോ വലുത്, എണ്ണയാണോ വലുത്? ഗ്ലോറിയുണ്ട്, അന്യഭാഷയുണ്ട്, പാട്ടുണ്ട്, പ്രസംഗം കേൾക്കും, ഭക്തയാ. പക്ഷെ കാര്യത്തിലോട്ട് കിടക്കുമ്പോ തൊടുകല. അതല്ല നിയോഗം. ഞാൻ ഈ പറയുന്നത് ശാന്തമായിട്ട് നമ്മുടെ ഹൃദയത്തിൽ ഇറങ്ങണം. നമ്മൾ ഒത്തിരി കാര്യങ്ങളൊന്നും ചെയ്തില്ലെങ്കിലും, മരിച്ചവനെ ഉയർപ്പിക്കാൻ കഴിഞ്ഞില്ലെങ്കിലും, ദൈവനിയോഗം അനുസരിക്കുന്നവരായി ആത്മാവിൽ കർത്താവിനെ ആരാധിക്കുന്നവരായിരിക്കണം. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. അവൾക്കൊരു കാര്യം മനസ്സിലായി, എൻ്റെ വീട്ടിനകത്തിരുന്ന ഈ എണ്ണയ്ക്ക് എൻ്റെ വീടിൻ്റെ നാറ്റം മാറ്റാൻ കഴിഞ്ഞില്ല. നാറ്റം മാറ്റാൻ കഴിഞ്ഞ ഒരുവനേ ഉള്ളൂ, അത് കർത്താവായ യേശു ക്രിസ്തു എന്നറിഞ്ഞു കഴിഞ്ഞപ്പോ അതിനേക്കാൾ വലിയൊരു സമ്പത്തുണ്ടെന്ന് അവൾ ചിന്തിച്ചില്ല. അവൾ എന്ത് ചെയ്തു? അവൾ ഏറ്റവും വിലപ്പെട്ടതെന്ന് കരുതിയത് അവന്റെ പാദപീഠത്തിൽ ഒഴിച്ചു. ദൈവത്തിന് സ്തോത്രം. നമ്മൾ ഒത്തിരി ഉണ്ടെന്ന് പറയുന്നത്, ഒരുപാട് വിലയുണ്ടെന്ന് പറയുന്നതും ഒക്കെ യേശുവിനെ അറിയേണ്ടതുപോലെ അറിഞ്ഞു കഴിഞ്ഞാൽ പാദത്തിൽ ഒഴിക്കാനുള്ളതേ ഉള്ളൂ. നമ്മുടെ കയ്യിലിരിക്കുന്നത് ഒത്തിരി വലുതാന്ന് കാണുന്നത് എന്താണെന്നറിയാമോ? നമ്മൾ അറിഞ്ഞവനെ ചെറുതായി കാണുന്നത് കൊണ്ടാ. എന്നാൽ അറിഞ്ഞവനെ വലുതായി കണ്ടാൽ എൻ്റെ കയ്യിൽ അവന്റെ പാദപീഠത്തിൽ ഒഴിക്കാനുള്ളതേ ഉള്ളൂ, അതിനേക്കാൾ വലുത് എൻ്റെ കയ്യിലില്ല എന്നറിയുന്നൊരു നിയോഗം ഇന്ന് പകൽ ഈ ആരാധനയിൽ പ്രാപിച്ച് ആത്മാവിൽ കർത്താവിനെ സ്തുതിപ്പാനിടയാകട്ടെ. ഹൃദയത്തിലെ വെളിപ്പാട് ലഭിച്ചിട്ട് ആത്മാവിൽ കർത്താവിനെ ഒന്ന് സ്തുതിച്ചാരാധിപ്പാൻ. ഹല്ലേലൂയ, ദൈവത്തിന്റെ ആത്മാവ് നമ്മെ സഹായിക്കട്ടെ. എല്ലാ ധരങ്ങളും തുറന്ന് എന്റെ ജീവിതത്തിലെ പ്രശ്നങ്ങളെ മാറ്റുവാൻ, എന്റെ ജീവിതത്തിലെ ഭാരങ്ങളെ മാറ്റുവാൻ, എന്റെ ജീവിതത്തിലെ പ്രതിസന്ധികളെ മാറ്റുവാൻ, എന്റെ അപമാനത്തെ മാറ്റുവാൻ, എന്റെ നിന്ദയെ മാറ്റുവാൻ, എന്റെ കരുതലുകൾക്കോ കരുതി വെച്ചതിനോ സാധ്യമാകാതിരിക്കുമ്പോ അവയെ പരിഹരിപ്പാൻ കഴിവുള്ളവൻ സർവശക്തനായ കർത്താവ്. ആത്മാവിന്റെ സന്തോഷത്തിലെ വെളിപ്പാടോടെ കർത്താവിനെ സ്തുതിച്ചാരാധിപ്പാൻ ഇന്ന് പകൽ ആത്മാവ് നമ്മെ സഹായിക്കട്ടെ. മറിയയ്ക്ക് ഒരു കാര്യം മനസ്സിലായി, എന്റെ കയ്യിലിരിക്കുന്നതിനൊന്നും എന്റെ വീടിന്റെ അവസ്ഥകളെ മാറ്റാൻ കഴിയത്തില്ല. കർത്താവിനേക്കാൾ വലുതായിട്ട് എന്തിനെങ്കിലും ആഴമായി കരുതിക്കൊണ്ടിരുന്നാൽ അത് നിന്റെ ജീവിതത്തിലെ വെറും ശൂന്യമെന്ന് ജീവിതം നമ്മെ പഠിപ്പിക്കും. എന്നാൽ ഏറ്റവും വലുത് കർത്താവെന്നൊന്ന് കണ്ടു നോക്കിയേ, അവനേക്കാൾ വലുതായിട്ട് നാം മറ്റൊന്നിനെ കാണത്തില്ല. യേശുവിന്റെ നാമത്തില് ഇന്ന് പകൽ ആ വെളിപ്പാട് പ്രാപിപ്പാൻ ഈ വിശുദ്ധ ആരാധനയിൽ അവൻ മാറാനാഥ ചർച്ചിലെ, രഹബോത്ത് ചർച്ചിലെ ദൈവമക്കളെ ആത്മാവിലെ വെളിപ്പാട് പ്രാപിച്ച് അവൻ തരുന്ന ആയുഷ്കാലം കർത്താവിന് വേണ്ടി ജീവിപ്പാൻ, കർത്താവിന് വേണ്ടി ശോഭിക്കുവാൻ, കർത്താവിന് വേണ്ടി ശോഭിക്കുവാൻ. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തില് ആ വെളിപ്പാടിനാൽ ജനം നിറയപ്പെടട്ടെ, ആ ദർശനത്താൽ ജനം നിറയപ്പെടട്ടെ, ആത്മാവിന്റെ ശക്തിയാൽ ജനം നിറയപ്പെടട്ടെ, പരിശുദ്ധാത്മാവിന്റെ തേജസ്സിനാൽ ജനം നിറയപ്പെടട്ടെ. പുതിയൊരു അഭിഷേകം, പുതിയൊരു നിറവ്, പുതിയൊരു ദർശനം, പുതിയൊരു കാഴ്ചപ്പാട്, പുതിയൊരു സമർപ്പണം. ഇന്ന് പകൽക്കാലം ആത്മാവിന്റെ സന്തോഷത്തിൽ അവൻ ദൈവത്തെ സ്തുതിച്ചാരാധിപ്പാൻ ഈ വിശുദ്ധ പകൽക്കാലം എല്ലാറ്റിനേക്കാളും ശ്രേഷ്ഠനായ
എൻ്റെ ആരോഗ്യത്തെ ഞാൻ കാണുന്നില്ല, എൻ്റെ പദവിയെ ഞാൻ കാണുന്നില്ല, എൻ്റെ കുടുംബത്തെ, എൻ്റെ സ്വത്തിനെ, എൻ്റെ സമ്പത്തിനെ അങ്ങയേക്കാൾ വലുതായി ഞാൻ കാണുന്നില്ല. ആമേൻ. എനിക്കുള്ളതെല്ലാം നിന്റെ പാദപിടത്തോളമേ വരികയുള്ളൂ, അവിടെ സമർപ്പിക്കാനേ സാധ്യമാകുകയുള്ളൂ, അതിനോളമേ വരുന്നുള്ളൂ. ഇന്ന് പകലത്ത് അറിയുന്ന ദൈവമക്കൾക്കായി ഹൃദയത്തിൻ്റെ ആഴങ്ങളിൽ ആ താല്പര്യത്തോടെ തീരുമാനം എടുക്കുന്ന ദൈവജനത്തിലായി ഞാൻ ദൈവത്തെ സ്തുതിക്കുക. ഏറ്റവും ശ്രേഷ്ഠനായി, ഏറ്റവും വലുതായി, ഏറ്റവും ഉന്നതമായി എൻ്റെ കർത്താവിനെ രുചിച്ചറിയുവാൻ ആത്മാവ് നമ്മെ സഹായിക്കട്ടെ. ഞാൻ വാക്കുകളെ ഇവിടെ ഉപസംഹരിക്കുക. ആ വെളിപ്പാട് പ്രാപിച്ച മറിയ കർത്താവ് വന്നു കഴിഞ്ഞപ്പോൾ മനസ്സിലായി, പല പ്രാവശ്യം വന്നപ്പോഴും ഞാൻ ഏറ്റവും വലുതായിട്ട് എൻ്റെ സമ്പത്തിനെ കണ്ടു, എൻ്റെ കരുതലിനെ കണ്ടു. എന്നാൽ എൻ്റെ കരുതലുകൾക്ക് സഹായിക്കാൻ കഴിയാത്തത്, എൻ്റെ സമ്പത്തിന് സഹായിക്കാൻ കഴിയാത്തത്, ആമേൻ ആമേൻ, സകലതും നിവർത്തിപ്പാൻ കഴിവുള്ളവൻ, നാറ്റം മാറ്റി ജീവിപ്പിക്കുവാൻ കഴിവുള്ളവൻ, അവൻ്റെ പാദപീഠത്തിൽ വയ്ക്കുവാനുള്ളതേ എൻ്റെ കയ്യിലുള്ളൂ എന്ന് അറിയുന്നതാണ് വെളിപ്പാട്, അറിയുന്നതാണ് നിയോഗം, അറിയുന്നതാണ് ആത്മീയതയുടെ ഉയർച്ച. സ്തോത്രം. കർത്താവ് സഹായിക്കട്ടെ. അങ്ങനെ ഒരു വെളിപ്പാട് പ്രാപിച്ച് നന്നായിട്ട് കർത്താവിനെ ആരാധിക്കാൻ സഹായിക്കട്ടെ. സ്തോത്രം. ഇത് ലഭിക്കണമെങ്കിൽ ഒരു ഇച്ചിരി ബുദ്ധിമുട്ടാ. അത് പ്രാപിക്കുമ്പോഴാണ് നമ്മൾ യഥാർത്ഥ ആത്മീയ സന്തോഷം അനുഭവിക്കുന്നത്. സന്തോഷത്തോടെ കർത്താവിനെ വിശ്വസിച്ചാട്ടെ. ആകയാൽ ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. 9 മണി കഴിഞ്ഞ് ഇവിടെ വീണ്ടും ആരാധനയുണ്ട്. ഇതിന്റെ കണ്ടിന്യൂഷനായിട്ട് ഞാൻ പ്രസംഗിക്കും. കാപ്പ് കുടിക്കാൻ പോകാൻ ആഗ്രഹമില്ലാത്തവരല്ലേ ഇവിടെ ഇരുന്നാൽ കേട്ടേച്ചു പോവാം. ഇനി അടുത്തത് ലിവിങ് വാട്ടർ ആണല്ലോ. നമ്മൾ മാറാനാഥയല്ലേ, മാറിക്കൊടുക്കേണ്ട നമ്മളല്ലേ. നിങ്ങളൊന്ന് ചിന്തിക്കട്ടെ. ആരാധനയ്ക്ക് സമയമുള്ളൂ പോകാൻ, വേറെ അത്യാവശ്യം വീട്ടിൽ പണിയൊന്നുമില്ല, ഉറങ്ങാൻ പോകാനുള്ള സമയമാണെങ്കിൽ ഇവിടെ ഇരുന്നാൽ ദൈവം കേട്ടിട്ട് പോകാം. ഞാൻ ഇവിടെ ഇരിപ്പോട്ട് പാസ്റ്റർ സാൻഡി പാസ്റ്റർ ഇവിടെ ഇരിപ്പുണ്ട് കേട്ടോ. കർത്താവ് സഹായിക്കട്ടെ. ജീവിതത്തിൽ ശ്രദ്ധിച്ച് കേട്ടെ, നമ്മുടെ കരുതലുകളെല്ലാം കർത്താവിൻ്റെ പാദത്തിൽ വയ്ക്കാനുള്ളതേ ഉള്ളൂ. നിന്റെ പദവി, നിന്റെ ജോലി, നിന്റെ മാന്യത, നിന്റെ ഉയർച്ച, നിന്റെ സമ്പത്ത് എല്ലാം ഇവിടെ വരെ ഉള്ളൂ, ഇതിനപ്പുറമില്ല. അതറിയുന്നതാണ് ആത്മീയ വെളിപ്പാട്. കർത്താവ് സഹായിക്കട്ടെ. നല്ലൊരു ക്രിസ്തീയ ജീവിതം നയിക്കാൻ നമ്മളെ സഹായിക്കട്ടെ. നല്ലൊരു ക്രിസ്ത്യാനിയായി ജീവിക്കാൻ, നല്ലൊരു ദൈവഭക്തനായി ജീവിക്കാൻ കേട്ടോ. വേറൊന്നും വേണ്ട കേട്ടോ. കർത്താവിൻ്റെ സന്നിധിയിൽ ദൈവം സഹായിക്കും. തിരുമേശയ്ക്കായി നമുക്ക് ഒരുങ്ങാം. നമ്മൾ